നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, തുറക്കപ്പെടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവനും കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യും. സ്വസ്ഥമായി നമുക്കിരിക്കാം. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വചനഭാഗമാണ് നമ്മൾ വായിച്ചത്. ഈ വെള്ളിയാഴ്ച നമ്മളിവിടെ വന്നതും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. രാത്രി ആരാധനയ്ക്ക് വരുന്നതും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. വ്യക്തിപരമായും കുടുംബമായും വിശ്വാസ സമൂഹമായും ഒക്കെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന് 5 പേരുകളുണ്ട്. 5 പേരുകളിൽ ലൂക്കാ സുവിശേഷം അറിയപ്പെടുന്നു. 1, യാത്രയുടെ സുവിശേഷം. യേശുവിൻ്റെ യാത്ര, മറിയത്തിൻ്റെ യാത്ര, നല്ല സമരിയാക്കാരൻ്റെ യാത്ര. ലൂക്കാ സുവിശേഷം യാത്രയുടെ സുവിശേഷം. 2, പാപികളുടെ സുവിശേഷം. സക്കേവൂസ്, പാപിനിയായ സ്ത്രീ, ഇടതുവശത്തെ കള്ളൻ. പാപികളുടെ സുവിശേഷം. 1 യാത്രയുടെ, 2 പാപികളുടെ. 3 ഇന്നിൻ്റെ സുവിശേഷം. ഇന്ന് രക്ഷ, ഇപ്പോൾ രക്ഷ എന്ന് പഠിപ്പിക്കുന്നത് ലൂക്കാ സുവിശേഷത്തിലാണ്. ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു വാക്കാണ് ഇന്ന്. ലൂക്കാ 2:11 നിങ്ങൾക്കായി രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്കാ 4:21 നിങ്ങൾ കേട്ടിരിക്കെ തന്നെ തിരുവെഴുത്തുകൾ ഇന്ന് നിറവേറിയിരിക്കുന്നു. 19:5 സക്കേവൂസേ, ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ താമസിക്കും. 19:9 ഇന്ന് നിന്റെ കുടുംബം രക്ഷപ്പെട്ടു. 23:43 ഇന്ന് രാത്രി നീ എന്നോടുകൂടി പരദീസയിലായിരിക്കും. ഇന്നലെയെക്കുറിച്ച് ദുഃഖിക്കരുത്, നാളെയെക്കുറിച്ച് ആകുലപ്പെടരുത്. ഓരോ ദിവസവും ജീവിച്ച് പോവുക. ഇതാണ് പറയുന്നത്. ആകുലപ്പെടുന്നത് കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം നിങ്ങൾ ആർക്കെങ്കിലും ഒരു മുഴം കൊണ്ട് നീട്ടാൻ പറ്റുമോ? ഇന്നിൽ ജീവിക്കുക. ഒത്തിരി ചിന്തകളൊന്നും വേണ്ട. കർത്താവിനെ ആശ്രയിക്കുക. ഇന്നിൽ ജീവിക്കുക. ഇന്നിൻ്റെ സുവിശേഷം. 4 ജോഡികളുടെ സുവിശേഷം. ജോഡി, ഒരു ജോഡി ആൾക്കാരെ കാണിച്ചിട്ട് നന്മയും തിന്മയും ലൂക്കാ പഠിപ്പിക്കും. മർത്ത, മറിയം, ധനവാൻ, ലാസർ, പരിസേയൻ, ചുങ്കക്കാരൻ, ഇടതുവശത്തെ കള്ളൻ, വലതുവശത്തെ കള്ളൻ, മൂത്തപുത്രൻ, ധൂർത്തപുത്രൻ. ജോഡികളുടെ സുവിശേഷം. 5 പ്രാർത്ഥനയുടെ സുവിശേഷം. ലൂക്കാ സുവിശേഷം മുഴുവൻ പ്രാർത്ഥനയാണ്. 1-ാം അധ്യായം ആരംഭിക്കുന്നത് സക്കറിയായുടെ ദേവാലയ പ്രാർത്ഥന. 24-ാം അധ്യായം അവസാനിക്കുന്നത് എമ്മാവു ശിഷ്യന്മാരുടെ ജെറുസലേം പ്രാർത്ഥന. യേശുവിൻ്റെ കുരിശിൽ മരിക്കുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ്. യേശുവിൻ്റെ മാമോദീസ അവൻ പ്രാർത്ഥനയിൽ മുങ്ങിയപ്പോഴാണ്. മുഴുവൻ പ്രാർത്ഥന. പ്രാർത്ഥനയുടെ 3 രീതികളാണ് നമ്മൾ ആദ്യം വായിച്ചു കേട്ടത്. 1 വാക്കുകൊണ്ട്, 2 മനസ്സുകൊണ്ട്, 3 ആത്മാവ് കൊണ്ട്. 3 വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 1 വാക്കുകൊണ്ട്, 2 മനസ്സുകൊണ്ട്, 3 ആത്മാവ് കൊണ്ട്. വാക്കുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ചോദിക്കുവിൻ ലഭിക്കും. ഇത് പ്രാർത്ഥനയുടെ ഏറ്റവും താഴ്ന്ന പ്രാർത്ഥനയാണ്. IMS-ൽ പ്രാർത്ഥിക്കാൻ വരുന്നത്, രാത്രി ആരാധനയ്ക്ക് വരുന്നത്, ധ്യാനം കൂടാൻ വരുന്നത്, പൂജയ്ക്ക് വരുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ. ദൈവമേ, കൊച്ചു 10ല മറക്കല്ല കേട്ടോ. വയറ്റിൽ മൂളനെ കൊളുത്തിപ്പിടുത്തമുണ്ട്, കുഴപ്പം വരുത്തില്ല കേട്ടോ. പെരവണിയുണ്ട്, തടസ്സം വരുത്തില്ല കേട്ടോ. ദൈവത്തിന് അറിയിപ്പ് കൊടുക്കും, എന്നിട്ട് തിരിച്ചു പോകും. അത് പ്രാർത്ഥനയുടെ ഏറ്റവും താഴ്ന്ന പ്രാർത്ഥനയാണ്.
കുറേ കാര്യം ദൈവത്തെ അറിയിക്കുക, ദൈവത്തോട് പറയുക, ഞാൻ ചുമ്മാ അങ്ങ് തിരിച്ചു പോവുക. അത് ഏറ്റവും താഴ്ന്ന പ്രാർത്ഥനയാണ്. എങ്കിലും ആ പ്രാർത്ഥനയും കർത്താവ് കേൾക്കും. 18 വയസ്സുള്ള യുവാവ് ചങ്ങനാശ്ശേരിയിൽ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എനിക്ക് 21 വയസ്സാകുന്ന നീ എനിക്ക് 3 സമ്മാനങ്ങൾ തരണം. ദൈവം ചോദിച്ചു, എന്തെല്ലാമാ 3 സമ്മാനം? അവൻ പറഞ്ഞു, എനിക്ക് മുഴുത്ത ഒരു വണ്ടി തരണേ, 2 കൈനിറയെ പിടിക്കാൻ കാശ് തരണേ, 3 ബോധമുള്ളപ്പോഴൊക്കെ മുട്ടി നിൽക്കാൻ കുറേ പെണ്ണുങ്ങളെ തരണേ. 3 ആഗ്രഹങ്ങൾ. 1 കൈനിറയെ കാശ്, 2 മുഴുത്ത വണ്ടി, 3 മുട്ടി നിൽക്കാൻ പെണ്ണുങ്ങൾ. ദൈവം പ്രാർത്ഥന കേട്ടു. അവൻ 21-ാം വയസ്സിൽ കർത്താവ് അവനെ ചങ്ങനാശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സിലെ കണ്ടക്ടറാക്കി മാറ്റി. മുഴുത്ത വണ്ടി, കൈനിറയെ കാശ്, മുട്ടി നിൽക്കാൻ പെണ്ണുങ്ങൾ, ഒരു കുഴപ്പമില്ല. ഏറ്റവും താഴ്ന്ന പ്രാർത്ഥന ദൈവം അത് കേൾക്കും. 2 മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന. 1 വാക്കുകൊണ്ട്, 2 മനസ്സുകൊണ്ട്. മനസ്സുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വരും, കുറേ സമയം ദിവികാരൻ്റെ സന്നിധിയിൽ ഇരുന്ന കർത്താവിനെ കേൾക്കും. പറയാൻ പകുതി സമയം, കേൾക്കാൻ പകുതി സമയം. 1-ാമത്തേതിൽ കേൾക്കുകയല്ല, ചുമ്മാ പറയാൻ വരും. 2-ാമത്തേതിൽ തമ്പുരാനെ കേൾക്കും, തമ്പുരാനോട് പറയും. ഇതാണ് മനസ്സിലെ പ്രാർത്ഥന. 3 ആത്മാവിലെ പ്രാർത്ഥന. പറയാനൊന്നുമില്ല, കേട്ടുകൊണ്ടിരിക്കും. ചുമ്മാ ഉറങ്ങാൻ നേരത്ത് കട്ടിലിൽ തൊടയിൽ കരങ്ങളും വെച്ച് ചുമ്മാ കേട്ടുകൊണ്ടിരിക്കും. ബൈബിൾ വായിച്ചിട്ട് വെറുതെ കണ്ണടച്ചിരിക്കും. പള്ളി വന്ന് കണ്ണടച്ചിരിക്കും. 1-ാമത്തെ സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ IMSC വരുമെങ്കിൽ 3-ാമത്തെ സ്റ്റേജിൽ IMSC പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. 1-ാമത്തെ സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ പൂജയ്ക്ക് പോകും, ധ്യാനത്തിന് പോകും, കൺവെൻഷന് പോകും. 3-ാമത്തെ സ്റ്റേജിൽ പൂജയ്ക്ക് പോകുന്നത്, ധ്യാനത്തിന് പോകുന്നത്, കൺവെൻഷന് പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. നമുക്ക് ജീവിതത്തിൽ 2 കാലങ്ങൾ. 1 കുട്ടിക്കാലം, 2 പക്വതയുടെ കാലം. കുട്ടിക്കാലത്ത് പള്ളിപ്പെരുന്നാളിന് അമ്മയുടെ കൈക്ക് പിടിച്ച് പള്ളിയിൽ പോകും. എന്നിട്ട് അമ്മേ ഉഴുന്നാട് മേടിച്ചതാ, ഊത്തപ്പം മേടിച്ചതാ, ബലൂൺ മേടിച്ചതാ, വിസിരി മേടിച്ചതാ, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി മേടിച്ചതാ. അമ്മ ഇതെല്ലാം മേടിച്ചു കൊടുക്കും. ഈ കുട്ടി വളർന്നു, പഠിച്ചു, ജോലി കിട്ടി. ആദ്യ ശമ്പളം കിട്ടുമ്പം അമ്മയോടും അപ്പനോടും ചോദിക്കും, നിങ്ങൾക്ക് ഞാൻ എന്നാ മേടിച്ച് തരണം? അത് കേൾക്കുമ്പം അമ്മയുടെ കണ്ണ് നിറയും, അപ്പൻ്റെ കണ്ണ് നിറയും. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കുട്ടിക്കാലം, ദൈവമേ വീടുതാ, ഭർത്താവിനെ താ, ഭാര്യയെത്താ, മക്കളെത്താ, വണ്ടിതാ, ശമ്പളം താ, ഉടുനാടതാ, ഊത്തപ്പം താ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുമ്പോൾ ഈശോ പ്രാർത്ഥിച്ചതുപോലെ, പിതാവേ നിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ എന്ത് ചെയ്യണം? അമ്മയ്ക്ക് എന്നാ മേടിച്ച് തരണം? ഇത് പ്രാർത്ഥനയുടെ വളർച്ച. ഞാൻ പലപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ കാര്യം ഓർക്കും. ആരുടെയെല്ലാം പ്രാർത്ഥന കേട്ടാൽ ഒരു നിമിഷം വിശ്രമിക്കാൻ പറ്റുമോ? ഇപ്പം ഇന്ത്യക്കാരായ നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമേരിക്കക്കാർ ഉറങ്ങുക. രാത്രി 10:30 നമ്മൾ ഉറങ്ങുമ്പം അമേരിക്കക്കാർ പ്രാർത്ഥിക്കാൻ തുടങ്ങും. നമുക്ക് വൈകിട്ട് രാത്രി 12 ആകുമ്പം ഓസ്ട്രേലിയക്കാർ അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഏത് സമയവും ലോകത്ത് മുഴുവൻ വിശുദ്ധ കുർബാനയാണ്. 24 മണിക്കൂറും ഏതെങ്കിലും രാജ്യത്ത് ദീപപൂജ നടക്കും, കൊന്ത നടക്കും, നൊവേന നടക്കും. കർത്താവ് എല്ലാവരെയും കേൾക്കണം. പിന്നെ ആരെ പോലെ 24 മണിക്കൂറും തുറന്നിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി പോലെയാണ് കർത്താവ്. എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയടുത്ത് വലിയ തോവാളാണ്. ഞങ്ങൾ ഹൈറേഞ്ചുകാർ പ്രാർത്ഥിക്കും, കർത്താവായ യേശുവേ മഴ തരണേ, മഴ തരണേ, ഇടുക്കി ഡാമിൽ വെള്ളം തരണേ, കാപ്പി ഉണക്കരുത്, ഏലം കരിക്കരുത്, കപ്പ നശിപ്പിക്കരുത്, ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇതേ സമയം കുട്ടനാട്ടുകാർ പ്രാർത്ഥിക്കും, മഴയരുതേ, മഴയരുതേ, വീട് വെള്ളത്തിൽ മുക്കരുതേ. കൊയ്യുന്നോം പ്രാർത്ഥിക്കും, മഴയരുതേ. കപ്പ ഇടുന്നോം പ്രാർത്ഥിക്കും, മഴ തരണേ. എല്ലാവരുടെയും പ്രാർത്ഥന കർത്താവ് കേട്ടേ പറ്റൂ. ഒരു ചെറുപ്പക്കാരൻ്റെ കുടലിൽ അൾസർ. ഡോക്ടർ അപ്പനെയും കൂടി ഇവൻ ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ പറഞ്ഞു, അടിയന്തര ഓപ്പറേഷൻ, 3 മണിക്കൂർ എടുക്കും. ഇവൻ അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് ഓപ്പറേഷൻ നടക്കുമ്പം ധൈര്യം കിട്ടാനും അപകടം വരാതിരിക്കാനും ഡോക്ടർക്ക് ബോധം കൊടുക്കാനും അപ്പൻ തിയേറ്ററിന് പുറത്ത് ചാരിബെഞ്ചിൽ ചാരിയിരുന്ന് കൈ വിരിച്ച് കരുണക്കൊന്ത എഴുതണം. ഓപ്പറേഷൻ ആരംഭിച്ചു. അപ്പൻ കരുണക്കൊന്ത എഴുതുക. 1 മണിക്കൂറായി നോക്കുമ്പോഴുണ്ട് ഇയാളേക്കാൾ പ്രായമുള്ള വേറൊരു അങ്കിൾ അവിടെ ഇരുന്ന് കൈ വിരിച്ച് കരുണക്കൊന്ത എഴുതുന്നു.
അയാൾ ഈ അപ്പനോട് ചോദിച്ചു, എന്തിനാ കരുണക്കൊന്ത ഇരുന്നത്? ഇയാൾ പറഞ്ഞു, എൻ്റെ മോൻ്റെ ഓപ്പറേഷനാണ്, അപകടം വരാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അതിനായിട്ട് കരുണക്കൊന്ത ചെല്ലും. ഇയാൾ പറഞ്ഞു, എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ താനെന്തിനാ പ്രാർത്ഥിക്കുന്നത്? അയാൾ പറഞ്ഞു, എൻ്റെ മോനാ ഡോക്ടർ, അവൻ്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്, കൈ വിറയ്ക്കാതിരിക്കാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കേൾക്കണം, ഡോക്ടറെയും കേൾക്കണം, രോഗിയെയും കേൾക്കണം, എല്ലാവരെയും കേൾക്കുന്നവൻ. എന്നെ ആൾക്കാർ 4 കൂട്ടം കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോകും. ഒന്ന്, പെരയ്ക്ക് കല്ലിടാൻ. ഞാൻ പ്രാർത്ഥിച്ച് കല്ലിട്ടാൽ 6 മാസത്തിനുള്ളിൽ പെരപണി പൂർത്തിയാകുമെന്ന് ഏതോ ഒരു അങ്കിൾ ആരോടോ പറഞ്ഞു. അത് യൂദയ സമറിയ മൊത്തം പടർന്നു. നിർബന്ധം കൊണ്ട് ഒരു ദിവസം 7 പെരയ്ക്ക് വരെ ഞാൻ കല്ലിട്ടിട്ടുണ്ട്. പോകാൻ പറ്റിയല്ല, ആൾക്കാർ കാറേ കല്ല് കൊണ്ടുവരും, ഞാൻ പ്രാർത്ഥിച്ച് കൊടുത്തു വിടും. 2, വിൽക്കാതെ കിടക്കുന്ന സ്ഥലം എണ്ണ, വെള്ളം, ഉപ്പ് ഓതി കൊടുക്കുമ്പോൾ ആൾക്കാർ കൊണ്ട് വിതറുമ്പോൾ കച്ചവടം നടക്കുന്നു ചിലർ പറയുന്നു. 3, കല്യാണം കഴിച്ചിട്ട് നാളുകളായി മക്കളില്ലാത്ത ദമ്പതിമാർ പൂജയും വചന പ്രഘോഷണവും ആരാധനയും കഴിഞ്ഞ് തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മക്കളെ ലഭിക്കുന്നു, ചിലർ സാക്ഷ്യപ്പെടുന്നു. 4മതൊരു പ്രാർത്ഥനയുണ്ട്. അടുത്ത കാലത്ത് ആ പ്രാർത്ഥന ഞാൻ നിർത്തിവച്ചിരിക്കുക. പ്രായമുള്ള കാർന്നോന്മാർ മരിക്കാൻ കിടക്കുന്നു. പോയേക്കാവുന്ന അവർക്കും പൊക്കോട്ടെ എന്ന് മക്കൾക്കും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാൽ 2-1 ഉറപ്പ്. ഒന്നെങ്കിൽ പൊങ്ങിപ്പോരും, അല്ലെങ്കിൽ കുഴിയിൽ പോകും. പൊങ്ങിപ്പോന്നാൽ പിന്നെ അടുത്ത കാലത്ത് തിരിച്ചു പോകത്തില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് മരിച്ചുപോയ 20ഓളം അപ്പനമ്മമാരുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പം എനിക്കൊരു ടെൻഷൻ. ഞാനെങ്ങാനും മരിച്ചു ചെല്ലുമ്പോൾ ഇവരെങ്ങാനും എൻ്റെ കാലെ പിടിച്ച് വലിച്ചാലോ ഒരു ചിന്ത. എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ മരിക്കാൻ കിടക്കുക 2 വർഷമായിട്ട്. ഇവൻ്റെ ഭാര്യ മടുത്തു, ഇവനും മടുത്തു. അപ്പം ഭാര്യ പറഞ്ഞു, ജോസഫ് അച്ഛൻ കൂട്ടുകാരനല്ലേ, അച്ഛനെ വിളിച്ച് ഈ അപ്പന് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിച്ചാലോ? ഞാൻ ചെന്നു. അപ്പനെ കാണുമ്പോൾ അറിയാം താമസിയാതെ മരിക്കും, ആ ക്ഷീണം മുഖത്തുണ്ട്. ഇവൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നത്തുപോലെ കുത്തിയിരിക്കും, ഇടയ്ക്ക് ചൊറിഞ്ഞ വർത്താനം പറയാൻ വേണ്ടി വാ വിളിക്കും. ഇവൻ്റെ ഭാര്യ അമ്മയെ കൊണ്ട് മടുത്തിരിക്കുക. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ചായയും കുടിച്ച് കാറിൽ കയറി പോരാൻ തുടങ്ങുമ്പോൾ ഇവൻ്റെ ഭാര്യ വന്ന് എൻ്റെ കയറെ പിടിച്ച് ഒറ്റ വലി ചെന്നാടിന്ന് ചോദിച്ചു, അച്ഛന് പറ്റുമെങ്കിൽ മറ്റേ കൈ അമ്മയുടെ തലയിൽ കൂടെ ഒന്ന് വെച്ചിട്ട് പോകണമാവോ, കാരണം മടുത്തു അമ്മയെ കൊണ്ട്. നമ്മൾ പ്രാർത്ഥനയെ കാണുന്നത് ഇങ്ങനെ. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും, ഫലം തരും. ആ വിശ്വാസം ജീവിതം നമുക്ക് വേണം. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നത് പോലെ. എങ്ങനെയാണ് മഴ പെയ്യുക? സമുദ്രത്തിലെ വെള്ളം നീരാവിയായിട്ട് ഉയരും, മഴ മേഘമായിട്ട് കെട്ടിക്കിടക്കും, മഴത്തുള്ളിയായിട്ട് പെയ്തിറങ്ങും. ഇതുപോലെ ഒരമ്മ IMS-ൽ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഒരപ്പൻ ഈ ധ്യാനമന്ദിരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെ സന്ധ്യയ്ക്ക് കൊന്ത പിടിക്കുമ്പോൾ, അല്ലെ പൂജയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന നീരാവി പോലെ ഉയരും. അതാകാശത്ത് മേഘം പോലെ കെട്ടിക്കിടക്കും. ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരുടെ മേൽ മഴയായി പെയ്തിറങ്ങും. സ്വിച്ച് ഇവിടെ ഇട്ടാൽ ഫാൻ അവിടെ കറങ്ങും, സ്വിച്ച് ഇവിടെ ഇട്ടാൽ ട്യൂബ് അവിടെ തെളിയും. ഇതുപോലെ നമ്മുടെ പ്രാർത്ഥന ഇവിടെയാ. പക്ഷെ ദൂരങ്ങളിൽ അത്ഭുതം. ദൂരെയുള്ള മക്കളിൽ, ദൂരെയുള്ള ജീവിത പങ്കാളിയിൽ, ദൂരെയുള്ള മാതാപിതാക്കളിൽ പ്രാർത്ഥന മഴ പെയ്യുന്നത് പോലെ. ഇനി പ്രാർത്ഥിക്കുമ്പോൾ ചെത്തിമിനിക്ക് ഭാഷയൊന്നും നോക്കല്. ഉള്ളിന്ന് തോന്നുന്ന പോലെ പ്രാർത്ഥിച്ചോണം, ഉള്ളിന്ന് തോന്നുന്ന പോലെ പ്രാർത്ഥിച്ചോണം. ഒരമ്മച്ചി കിടക്കാൻ നേരം നോക്കുമ്പം ഭിത്തിയിൽ കർത്താവിന് കുരിശ് രൂപം. ഈ അമ്മച്ചി പറഞ്ഞു, എൻ്റെ കർത്താവെ, കുറേ നാളായി ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ നീ സാധിച്ചു തന്നിട്ടില്ല. ഇങ്ങനെ പോയാൽ പിണങ്ങും, ഉറപ്പാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാമേൻ. ഇത് ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥന. ഒരു കള്ളുകുടിയൻ പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. പ്രാർത്ഥനയൊന്നും ഓർമ്മയെ കിട്ടുന്നില്ല. പ്രാർത്ഥനാ പുസ്തകം എടുത്തപ്പോൾ ഡബിളായിട്ടാണ് കാണുക. കുടിയിരുന്ന ഇരിപ്പിൽ ഈ മുഴുവൻ പറഞ്ഞു, കായിക ഇച്ഛാവല പറഞ്ഞു. അങ്ങനെ കുടിയൻ പറഞ്ഞു, കർത്താവെ, അറിയാവുന്ന എല്ലാ അക്ഷരവും പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന നീ തന്നെ ഉണ്ടാക്കിയെടുത്തോണേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കുവാമേൻ. അതും ഒരു പ്രാർത്ഥന, ഒരു പ്രാർത്ഥന. ഇപ്പം നമ്മൾ ഭാഷയൊന്നും നോക്കല്ലേ, ദൈവകരങ്ങളിൽ അങ്ങ് കൊടുക്കുക, ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവം നോക്കും. ചിലപ്പം പ്രാർത്ഥിക്കുന്ന ഉടനെ ഉത്തരം കിട്ടും, ചിലപ്പം കുറേ കഴിഞ്ഞ് കിട്ടും, ചിലപ്പം കിട്ടിയില്ല എന്ന് തോന്നും.
കോട്ടയത്ത് ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ കോട്ടയത്ത് ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ ക്രിസ്തീയ സമുദായത്തിലെ പെൺകുട്ടിയായിട്ട് പ്രേമത്തിലായി. അപ്പം വീട്ടുകാരൊക്കെ എതിർത്തു. അവസാനം അവൾ പറഞ്ഞു, അവനെ കൊണ്ട് കെട്ടിച്ചില്ലെങ്കിൽ ഞങ്ങൾ തൂങ്ങിച്ചാവും, അല്ല ഒളിച്ചോളും. അമ്മ പറഞ്ഞ പോലെ അബദ്ധം കാണിക്കല്ലേ. എല്ലാ ചൊവ്വാഴ്ചയും കോട്ടയത്ത് നാഗമ്പടത്ത് അന്തോണീസിന് നൊവേനയുണ്ട്. 50,000 ആൾക്കാർ പങ്കെടുക്കും പല നൊവേനകളിലായിട്ട്. 9 ആഴ്ച അന്തോണീസിന് നൊവേനയിൽ പങ്കെടുക്കാവുന്ന അങ്ങ് നേരാൻ പറഞ്ഞു. ഇവർ പോകാൻ തുടങ്ങി. ഒറ്റ പ്രാർത്ഥന, അന്തോണീസെ കർത്താവിനോട് പറഞ്ഞ് അവനെ ക്രിസ്ത്യാനിയാക്കണേ, അവനെ കെട്ടാൻ ഇടയാക്കണേ. ഇത് മാത്രം പ്രാർത്ഥന. 5 ആഴ്ചയായപ്പോൾ അവൾ പറഞ്ഞു, അമ്മേ ഇനി പ്രാർത്ഥിക്കാൻ പോകണ്ട. അമ്മ വെച്ചാൽ അതെന്നാടി അവൻ കത്തോലിക്കനാകാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, പ്രാർത്ഥനയുടെ പവർ, അവനിപ്പം അച്ഛനാകാൻ പോകണമെന്നാണ് പറയുന്നത്. കല്യാണം നടക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ചിലപ്പോൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ, ചിലപ്പോൾ ചോദിച്ചതിനപ്പുറം. ഞാൻ ആലുവായിൽ ഒരു മഠത്തിൽ ധ്യാനിപ്പിക്കുമായിരുന്നു. ധ്യാനം കഴിഞ്ഞ് വെള്ളിയാഴ്ച പോരുമ്പോൾ മഠത്തിലെ മദർ പറഞ്ഞു, ജോസഫ് അച്ഛൻ ഒരു ഉപകാരം ചെയ്യണം. എന്താ? മഠത്തിൻ്റെ മുറ്റത്ത് ഒരു നീലൻ മാവിൽ മാങ്ങ ഉണ്ടാകും. മൂത്ത് വരുമ്പം മാങ്ങാണ്ടിയെ മുഴുവനും വണ്ട്. അതുകൊണ്ട് മാങ്ങാണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വണ്ടികളെയും അച്ഛൻ ബന്ധിച്ചൊന്ന് പ്രാർത്ഥിക്കണം. സ്റ്റോള് തന്നു, ആനാമ്പെള്ളം തന്നു, പുസ്തകം തന്നു. ഞാൻ നീലമ്മാവിൻ്റെ മൂട്ടി നിന്നു, മദറിനെ മുട്ടി നിന്നു, മറ്റുള്ളൊരു വട്ടം നിന്നു. ഞാൻ പ്രാർത്ഥിച്ചു. സസ്യങ്ങളെ നട്ടവനും വൃക്ഷങ്ങളെ മുളപ്പിച്ചവനുമായ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവേ, ഈ നീലമ്മാവിൽ കാലാകാലം ഉണ്ടാകുന്ന മാങ്ങാണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വണ്ടികളെയും ബന്ധിക്കണേ. ഒഞ്ഞക്കെ, ഒരു പീച്ച, ഒരു കമത്ത്. മഴവെള്ളത്തിൽ കുളിച്ച പോലെ വിശുദ്ധ ജലത്തിൽ മാവ് നനഞ്ഞു നിന്നു. ഞാൻ ആശ്രമത്തിലേക്ക് പോന്നു. 1 മാസം കഴിഞ്ഞു മദറിൻ്റെ കത്ത്. പ്രിയപ്പെട്ട ജോസഫ് അച്ഛ, അച്ഛൻ്റെ ധ്യാനത്തിന് നോട്ട് വായിച്ച് ഞങ്ങൾ ഇന്നും സന്തോഷിക്കുന്നു. അച്ഛൻ്റെ ധ്യാന പ്രസംഗത്തേക്കാൾ ഞങ്ങളെ സ്പർശിച്ചത് അച്ഛൻ്റെ ബന്ധന പ്രാർത്ഥനയുടെ ശക്തിയാണ്. അച്ഛൻ വണ്ടിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു പോയതിൻ്റെ 10-ാം ദിവസം ശക്തമായ ഒരു ഗ്രാമലയും കാറ്റും വന്ന് മാവ് മൂടെ ഒടിഞ്ഞു പോയി. ഇനി ബന്ധിക്കാൻ വകുപ്പൊന്നുമില്ല. ചിലപ്പോൾ ഓർത്തതിനേക്കാൾ കൂടുതൽ, ചിലപ്പോൾ ഓർത്തതിനപ്പുറം നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഫലം തരും, നമ്മൾ മറക്കല്ല്. ചിലപ്പം കുറേ കഴിഞ്ഞായിരിക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം. ഉദാഹരണം, അബ്രാഹം 20-ാം വയസ്സിൽ അപ്പനാക്കണേന്ന് പ്രാർത്ഥിച്ചു. അപ്പനായത് എപ്പോഴാണ്? 100-ാം വയസ്സിൽ. 100-ാം വയസ്സിൽ ഒരു കുഞ്ഞില്ലല്ലോ എന്ന് കരുതി അബ്രാഹം വരാന്തയിൽ കുത്തിയിരിക്കുമ്പം പിന്നെ പിന്നാമ്പുറത്തുനിന്ന് ശബ്ദം. നോക്കുമ്പോൾ മിസ്സിസ് അബ്രാഹം സാറ കുത്തിയിരുന്ന് ഓക്കാനിക്കുന്നു. പുളിയമ്മാങ്ങ കടിച്ചു പറിക്കുന്നു. വാളംപുളി ചവച്ച് കളയുന്നു. അബ്രാഹം അടുത്ത് ചെന്നു, തല തിരുമ്മി കൊടുത്തു, മുതുകു തലോടി കൊടുത്തു. ഓർത്ത 20-ലല്ല, 100-ാം വയസ്സിൽ. സക്കറിയ 30-ൽ പ്രാർത്ഥിച്ചു, അപ്പനാക്കണേ. അപ്പനായതപ്പോഴാണ് സക്കറിയാട് 70-ാം വയസ്സും സ്നാപയോഹന്നാൻ്റെ ബർത്ത്ഡേയും ഒരുമിച്ചായിരുന്നു. ഓർന്ന സമയത്തല്ല. പ്രാർത്ഥിച്ചവനായ സക്കറിയ പ്രാർത്ഥനാ വിഷയം മറന്നുപോയി. പക്ഷേ കർത്താവ് മറന്നില്ല. ദൂതൻ ബലിപീഠത്തിൽ വരിക. സക്കറിയ ധൂപം അർപ്പിക്കുമ്പോൾ ദൂതം വന്ന് പറഞ്ഞു, സക്കറിയ, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. വന്തി എന്ന മുദ്ര കുത്തപ്പെട്ട നിന്റെ ഭാര്യ എലീശുവ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. യൂദയാട് മരുഭൂമിയിൽ ക്രിസ്തുവിന് പാതയൊരുക്കുന്ന യോഹന്നൻ മാങ്ധാനി എന്നറിയപ്പെടും. സക്കറിയ ചോദിച്ചു, ഇതെങ്ങനെ ഒക്കും? അപ്പോൾ ദൂതൻ ചോദിച്ചു, പിന്നെ എന്നെ ഒക്കുമെന്നോർത്താണ് ചോദിച്ചത്. ഒപ്പിച്ചു നമ്മൾ സംശയിക്കുകയാണ്. സക്കറിയ മറന്നു, ദൈവം മറന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ മറുപടി കിട്ടും. ഒരുപക്ഷെ വർഷങ്ങളായി IMS അമ്മയുടെ മുമ്പിൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലേ, നിരാശപ്പെടരുത്. മടുക്കാതെ വന്നുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ വായിക്കുന്നു യെശയ്യാ പ്രവചനത്തിൽ 49 മുതൽ 53 വരെ അധ്യായം. രക്ഷിക്കാനാകാത്ത വിധം അവൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്നെ മുടി നരയ്ക്കുമ്പോഴും നിന്നെ വഹിക്കുന്ന കർത്താവാണ് ഞാൻ. എൻ്റെ കെട്ടിയവൻ്റെ കുടി മാറാൻ വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചു, അത് മാറിയില്ലേ? ദൈവത്തിൻ്റെ സമയം ആയിട്ടില്ലെന്ന് പഠിക്കണം. എൻ്റെ ഭാര്യയുടെ സ്വഭാവം മാറാൻ വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചു, മാറിയില്ലേ? തമ്പുരാൻ്റെ സമയമായിട്ടില്ല. എൻ്റെ മക്കളുടെ ചില കാര്യങ്ങൾ കൂടി, ജോലിക്ക് വേണ്ടി, കല്യാണത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ചു, നടന്നില്ലേ? നിരാശപ്പെടരുത്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അതാണ് പ്രാർത്ഥന. കാരണം കർത്താവിന് ഒരു സ്വഭാവമുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 4 മുതൽ 6 വരെ വാക്യങ്ങൾ ദൈവത്തിൻ്റെ 4 സ്വഭാവങ്ങൾ.
പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 4 മുതൽ 6 വരെ. നിങ്ങളുടെ അലച്ചിൽ ഞാൻ കണ്ടു, നിങ്ങളുടെ കരച്ചിൽ ഞാൻ കേട്ടു, നിങ്ങളുടെ ഇംഗിതം ഞാൻ അറിഞ്ഞു, നിങ്ങൾക്കിടയിൽ ഞാൻ ഇറങ്ങി വരും. ദൈവത്തിൻ്റെ 4 പ്രവൃത്തികൾ. അവൻ കാണുന്നവനാണ്, അവൻ കേൾക്കുന്നവനാണ്, അവൻ അറിയുന്നവനാണ്, അവൻ ഇറങ്ങി വരുന്നവനാണ്. ഈ ഉറപ്പ് നമ്മളിൽ വേണം. കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, ഇറങ്ങി വരുന്നു. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എന്നും നമ്മൾ ഉറപ്പിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പ്, എൻ്റെ ദൈവം കാണുന്നു. ആരും അറിയാതെ IMS വന്ന് മാതാവിന് മുമ്പിൽ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കാണും. ദിവ്യപൂജയിൽ കരങ്ങൾ കൂപ്പുമ്പോൾ ദൈവം അത് കാണും. സന്ധ്യയ്ക്ക് കൊന്ത എത്തിക്കുമ്പോൾ ദൈവം അത് കാണും. കുമ്പസാരിക്കാൻ മുട്ടുകുത്തുമ്പോൾ ദൈവം അത് കാണും. എൻ്റെ ഭർത്താവിനെ അമ്മ ക്ഷീണിച്ച് കിടക്കുന്നു, മകൻ്റെ ഭാര്യ അമ്മയെ കുളിപ്പിച്ച് തുടപ്പിച്ച് കിടത്തുമ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ അവാർഡല്ല, ആ കുളിപ്പിക്കുന്നത് എൻ്റെ ദൈവം കാണും. അവൻ കാണുന്ന ദൈവമാണ്. പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഉറപ്പ് എല്ലാം ദൈവം കാണും. മത്തായി 10:42. ഈ ചെരിവരിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളം കൊടുത്തപ്പോൾ ഞാനത് കണ്ടു. ദൈവം കാണുന്ന ദൈവമാണ്. ഈ ഉറപ്പ് നമുക്കൊക്കെ വേണം. ദൈവം കാണുന്നവന്. ഞങ്ങളുടെയൊക്കെ ആശ്രമങ്ങളിൽ ആൾക്കാർ ചെറുതും വലുതുമായ സംഭാവന കപ്പുച്ചിന് ആശ്രമത്തിൽ തരും. ഞങ്ങൾ പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ളത് നാരങ്ങാപ്പള്ളി നമ്മുടെ തുമ്പോളി ആശ്രമമുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം അവിടെ ധ്യാനിപ്പിക്കുമായിരുന്നു 4 ദിവസങ്ങളിൽ. ഇപ്പം ആൾക്കാർ ചെറുതും വലുതുമായ സംഭാവന ഞങ്ങൾക്ക് തരും. അങ്ങനെ തരുമ്പോൾ രസീത് എഴുതുകൊള്ളും. അപ്പോൾ ആൾക്കാർ വിളിച്ചു, രസീതൊന്നും വേണ്ട, ആരെ കാണിക്കാനാ, തമ്പുരാൻ കണ്ടാൽ മതി, ഒരു വിശ്വാസം. ചില അമ്മച്ചിമാർ പറയും, എൻ്റെ അച്ചു കെട്ടിയവനും മക്കളും മരുമക്കളും കണ്ടില്ലേലും വേണ്ടിയില്ല, തമ്പുരാൻ കാണുന്നുണ്ടല്ലോ, അത് മതി. TN ശേഷൻ, ഇന്ത്യയുടെ മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, തൃശ്ശൂരിൽ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാർ പറഞ്ഞു, ഞങ്ങളൊരു ക്ഷേത്രം പണിയുന്നു. ശേഷന് മനസ്സിലായി സംഭാവന ലക്ഷ്യം. TN ശേഷൻ 2001 രൂപ കൊടുത്തു. അപ്പോൾ രസീത് എഴുതി, TN ശേഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡൊണേഷൻ 2001 രൂപ. റെസിപ്റ്റ് കൊടുത്തപ്പോൾ ശേഷം പറഞ്ഞു, രസീത് വേണ്ട. അതെന്താ? ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ കണക്ക് വെക്കാറില്ല, ദൈവം കണ്ടാൽ മതി. പൗരീശിപ്പൻ എന്തിനാ കഷ്ടപ്പെട്ട് ഞങ്ങളെ കൊണ്ട് രസീത് എഴുതിപ്പിച്ചത്? ശേഷം പറഞ്ഞു, ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ കണക്ക് വെക്കുകയിലും ദൈവത്തിൻ്റെ നാമത്തിൽ പിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കണക്ക് വേണം, അതുകൊണ്ട് രസീത് തന്നിട്ട് കീറി കളഞ്ഞേക്കാം. ദൈവം കാണുന്നു. ഒരു മനുഷ്യൻ കാട്ടിൽ ആടിനെ തീരി നടന്നപ്പോൾ ഒരു മുട്ടാട് കൂട്ടം വിട്ടുപോയി. അവിടെ എല്ലാം നോക്കിയിട്ടും ഈ ആടിനെ കണ്ടില്ല. ഈ മനുഷ്യൻ ഒരു മുഴുത്ത മരത്തിന് മുകളിൽ കയറി താഴോട്ട് നോക്കി, അതിനെങ്ങാനും ആട് കൊന്നുണ്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു കാമുകനും കാമുകിയും പ്രേമം മൂത്ത് ഈ മരത്തിൻ്റെ മൂട്ടി വന്നു. അവൻ അവളുടെ താടി കൈപ്പൊക്കി പിടിച്ചിട്ട് കണ്ണിൽ നോക്കി പറഞ്ഞു, ഓമനെ, നിൻ്റെ ഈ കണ്ണുകളിൽ ഈ ലോകത്തെ മുഴുവൻ ഞാൻ കാണുന്നു. എൻ്റെ മരത്തേരുന്ന മനുഷ്യൻ, എൻ്റെ പൊന്നു മോനെ, അവിടെയെങ്ങാനും എൻ്റെ ആടിനെ കണ്ട നീ പറയാനായിട്ട് മറന്നേക്കരുത്. ദൈവം കാണുന്നവനായ ദൈവം, അവനെല്ലാം കാണുന്നവൻ. 2, അവൻ കേൾക്കുന്ന ദൈവം. നിന്റെ രോദനം ഞാൻ കേട്ടു, രോദനം കേട്ടു. നമ്മൾ വായിക്കുന്നു ജെറമിയ 33:3, നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. ഒരുപാട് നാൾ വിളിക്കുമ്പം ദൈവം കേട്ടില്ല എന്ന് തോന്നും, പക്ഷെ ഓർത്തോണം, അവൻ കേൾക്കുന്നവനാ. എൻ്റെ എല്ലാ പ്രാർത്ഥനയും ആ കർത്താവ് കേൾക്കുന്നവനാ. നന്മ വരുമെങ്കിൽ ശരിയെന്ന് ഉത്തരം, നന്മ വന്നില്ലെങ്കിൽ തൽക്കാലം വേണ്ടാന്ന് ഉത്തരം. ഈ ഉത്തരം തരും. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞാൻ പലപ്പോഴും എൻ്റെ കുട്ടിക്കാലത്ത് പ്രാർത്ഥിച്ച പല പ്രാർത്ഥനയും ദൈവം കേട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് 8 പഠിക്കുമ്പം പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമായ കർത്താവെ, കണക്ക് പഠിപ്പിക്കുന്ന ഏൽക്കുട്ടി ടീച്ചർ ചൂരവഴി കൊണ്ട് വരുമ്പം കാര്യത്തിൽ താഴെ വീണ് വളരെ ഉളുക്കിപ്പോണെന്ന് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ തല്ലി കിട്ടിയതല്ലാതെ ഏൽക്കുട്ടി ടീച്ചറിന് ഒരു പോർണ്ണ പോലും ഏറ്റിട്ടില്ല. ചില പ്രാർത്ഥന ഇങ്ങനെയാണ്. അൾത്താര ബാലന്മാർ 15 പേര് ശനിയാഴ്ച പിക്നിക്കിന് പോയപ്പോൾ വെള്ളിയാഴ്ച പ്രായമുള്ള വികാരിച്ചോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ പിക്നിക്ക് പോകുമ്പം മഴ പെയ്യാതിരിക്കാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞു, മക്കൾ പൊക്കോ, ഒരു മഴയും പെയ്യാല, ഞാനാ പറയുന്നത്.
കുഞ്ഞുങ്ങൾ ധൈര്യത്തോടെ പോയി. ശനി ഉച്ച കഴിഞ്ഞ് 3 മണിയായപ്പോൾ അറബിക്കടലും ബംഗാൾ കൊള്ളും വരുന്ന പോലെ ഒരു പെരുമഴ. പിള്ളേരാകെ നനഞ്ഞു പോയി. അച്ഛന് ചമ്മലെ പമ്മലെ ജാളിയത. ഞായറാഴ്ച കുഞ്ഞുങ്ങൾ പൂജയ്ക്ക് വന്നപ്പോൾ അച്ഛൻ കുർബാനക്കുപ്പായം തൂക്കുന്ന അലമാരയുടെ പുറകെ പോയി ഒളിച്ചിരുന്നു. ഒരു വീട്ട് കയ്യോടെ പിടികൂടി. എന്നാ അച്ഛൻ ഒളിച്ചിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞു, മഴ പെയ്യല എന്ന് ഞാൻ പറഞ്ഞിട്ടും മഴ പെയ്തില്ലേ? അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടില്ലല്ലോ എന്ന് നിങ്ങൾ കരുതുമല്ലോ, അതോർത്ത് ഞാൻ ഒളിച്ചതാണ്. ഉടനെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ആരാഴ്ച പറഞ്ഞത് ദൈവം പ്രാർത്ഥന കേട്ടില്ലെന്ന്? മഴ പെയ്യല്ലേ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ പെയ്തോട്ടെ എന്ന് ദൈവം മറുപടി തന്നു. ഇപ്പം ചോദിക്കുമ്പം ദൈവ ഉത്തരം പല രീതികളിൽ പല വഴികളിൽ നമുക്ക് ഉത്തരം തരാം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക. അവൻ കേൾക്കുന്ന ദൈവമാണ്. 1, അവൻ കാണുന്നവൻ. 2, കേൾക്കുന്നവൻ. 3, അവൻ അറിയുന്ന ദൈവമാണ്. നിങ്ങളുടെ ഇംഗിതം ഞാൻ അറിഞ്ഞു. യോഹന്നാൻ 2:25. മനുഷ്യൻ്റെ ഉള്ളിൽ എന്താണെന്നറിഞ്ഞുകൊണ്ടും യൂദാസിനെ ശിഷ്യനാക്കി. ഒരു മനുഷ്യനായി എൻ്റെ കുറ പറഞ്ഞ് എന്നെ അച്ഛനാക്കി ധ്യാനഗുരുവാക്കി. ഒരു പുരുഷൻ്റെ കുറ പറഞ്ഞ് അപ്പനാക്കി ഭർത്താവാക്കി. ഒരു സ്ത്രീയുടെ കുറ പറഞ്ഞ് അവളെ ഭാര്യയാക്കി അമ്മയാക്കി. ദൈവം അറിയുന്നുണ്ട്. എന്ത് തെറ്റ് പറ്റുമ്പോഴും എന്ത് കുറവ് വരുമ്പോഴും ദൈവം അറിയുന്നുണ്ട്. പിന്നെയും അവസരം തന്നുകൊണ്ടിരിക്കും. ദൈവം അറിയുന്നില്ല എന്നല്ല, എല്ലാം തന്നാലും പിന്നെ അവസരം തരും. ഫറവോൻ്റെ കൊട്ടാരത്തിൽ 10 ബാധകൾ. ഓരോ ബാധയും കഴിഞ്ഞപ്പോൾ ഫറവോൻ്റെ മനസ്സ് കഠിനമായി. ദൈവം അറിയുന്നുണ്ട്. 10 അവസരം പിന്നെയും കൊടുത്തു. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. ദൈവം അവസരം തന്നുകൊണ്ടിരിക്കും. ആദ്യപാദ്യം ചെവിക്ക് പിടിച്ച് നുള്ളും, പിന്നെ ശരിക്കും കിഴുകും, പിന്നെ ചൂരലടിക്കും. ഒരു രക്ഷയില്ലാതിനോ കൂടം കൊണ്ട് തലക്കിട്ടൊരെണ്ണം കൊടുക്കും. അത് അവസാനത്തെ സ്റ്റേജാണ്. ദൈവം അറിയുന്നവന്. 1, അവൻ കാണുന്നവൻ. 2, കേൾക്കുന്നവൻ. 3, അറിയുന്നവൻ. 4, പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഉറപ്പ് അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇറങ്ങി വരും. ബൈബിളിലെ ദൈവം എവിടെയോ ഇരിക്കുന്ന ദൈവമല്ല, ആയിത്തീരും. ആവശ്യങ്ങളിൽ ആയിത്തീരും. വിശന്നപ്പോൾ മന്നയായി തീർന്നു. ദാഹിച്ചപ്പോൾ വെള്ളമായി തീർന്നു. ഇറച്ചിക്ക് വേണ്ടി കൊതിച്ചപ്പോൾ സീനായി സമുദ്രത്തിൽ കാടപ്പക്ഷിയായി തീർന്നു. അത്താരിയിൽ അനുദിനബലിയിൽ അപ്പത്തിൻ്റെയും മീനിൻ്റെയും സാദൃശ്യത്തിൽ അവൻ ആയിത്തീരും. അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉറപ്പാണ് നമുക്ക് ലഭിക്കുക. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം 3 സമ്മാനങ്ങൾ കൊടുക്കും. ആരെല്ലാം പ്രാർത്ഥിക്കുമോ പ്രാർത്ഥിക്കുന്നവർക്ക് 3 സമ്മാനങ്ങൾ. മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ. യേശു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരെ കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി. പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ പറ്റാത്ത വിധം അവൻ്റെ വസ്ത്രം വെട്ടിത്തിളങ്ങി. അപ്പോൾ ഏലിയായും മോശയും സംസാരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആകാശത്തിൽ മേഘം വന്നു. മേഘത്തിൽ നിന്നൊരു സ്വരം, ഇനി ഇവൻ പറയുന്നത് കേൾക്കുക. ശിഷ്യന്മാർ പയവുകളിലായി കമിഴ്ന്നു വീണു. യേശു അടുത്തെത്തി പറഞ്ഞു, ധൈര്യമായിരിക്കൂ, താഴ്വരയിലേക്ക് പോകാം. ലോകാരംഭം മുതൽ ലോകാവസാനം വരെ പ്രാർത്ഥിക്കുന്നവർ ദൈവം കൊടുക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഏത് മനുഷ്യനും ദൈവം കൊടുക്കുന്ന 3 സമ്മാനം. 1, മുഖപ്രകാശം. സീനായി മല ഇറങ്ങി വന്ന മോശയുടെ മുഖത്ത് നോക്കാൻ ആൾക്കാർക്ക് പറ്റിയില്ല. ആ മുഖം വെട്ടിത്തിളങ്ങി. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മുഖത്തൊരു വെട്ടം. എന്നും പൂജ അർപ്പിക്കുന്ന അച്ഛൻ ഏത് വേഷന്മാർ നടന്നാലും സഭയുടെ മക്കൾ ചോദിക്കും, അച്ഛനല്ലേ മുഖത്തൊരു വെട്ടമുണ്ട്. എന്നും പള്ളിയിൽ പോകുന്ന അപ്പൻ്റെ അമ്മയുടെ മുഖത്ത് ഒരു വെട്ടമുണ്ട്. ഒരു ധ്യാനം കഴിഞ്ഞിറങ്ങുമ്പോൾ മുഖത്തൊരു വെട്ടം. ആരാധന കഴിയുമ്പോൾ മുഖത്തൊരു പ്രകാശം. ഒരു പൂജ കഴിയുമ്പോൾ, നൊവേന കഴിയുമ്പോൾ, ഒരു വീഞ്ഞ് കഴിയുമ്പോൾ പ്രകാശം. ഭക്തിഗാനം പാടുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ പ്രകാശം. കാരണം ഗ്രീക്ക് അക്ഷരമാലയിൽ 3 അക്ഷരങ്ങൾ. 1 ആൽഫ, 15 ഒമിക്രോൺ, 30 ഒമേഗ. ദൈവം ആദിയും അന്ത്യയും ആൽഫയും ഒമേഗയുമാണ്. ഈ ആൽഫ എന്ന് പറയുന്ന മുഴുവൻ പ്രകാശമാണ്. പ്രകാശ തരംഗമാണ് ആൽഫ എന്ന് പറഞ്ഞാൽ. ദൈവം ആൽഫയാണ്, പ്രകാശമാണ്. ദൈവത്തോട് ബന്ധപ്പെട്ടതെല്ലാം പ്രകാശമല്ലേ. ദൈവം ആദ്യം പറഞ്ഞ വാക്കേതാ? ഉൽപ്പത്തി 1:3, പ്രകാശമുണ്ടാകട്ടെ.
34 സങ്കീർത്തനം 5 തിരുവചനം, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ നടന്നപ്പോൾ രാത്രിയിൽ ദീപസ്തംഭത്തിൻ്റെ പ്രകാശം. പ്രകാശമായ ദൈവം ഭൂമിയിൽ മനുഷ്യനായപ്പോൾ ആകാശത്ത് പ്രകാശം, നക്ഷത്രം ഉദിച്ചു. പ്രകാശമായ ദൈവം കുരിശിൽ മരിച്ചപ്പോൾ പ്രകാശം ഇരുണ്ടു, സൂര്യൻ അസ്തമിച്ചു. യേശു പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ്. ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ഒരു പ്രകാശം നമ്മളിലേക്ക് വരും. നമ്മൾ പേന കൊണ്ട് കടലാസിൽ എഴുതുമ്പോൾ അക്ഷരങ്ങൾ തെളിഞ്ഞു വരും. ഇതുപോലെ മനസ്സിൽ എഴുതുന്ന അക്ഷരം മുഖത്ത് വരും. ഉദാഹരണം, മനസ്സിൽ നിറയെ കോപവും വെറുപ്പാണോ, മുഖം നീലച്ചിരിക്കും. അകത്ത് ഒരുപാട് മുറിവുകളും നൊമ്പരമാണോ, മുഖം ഇരുണ്ടിരിക്കും. അകത്ത് പ്രാർത്ഥനയാണോ, മുഖം പ്രകാശിച്ചിരിക്കും. ഉള്ള മുഖത്ത് കാണാം. ചില ആൾക്കാർ ഭാര്യ ഭർത്താക്കന്മാരും മറ്റുമൊക്കെ നടന്നു വന്ന് കണ്ടാൽ തോന്നും 2 ശവങ്ങൾ മോർച്ചറിയിൽ നിന്നും നടക്കാൻ പോണത് പോലെയാണ്. മുഖമൊക്കെ വീർപ്പിച്ച് ഉണങ്ങി വരണ്ടിരിക്കുന്നു. ചില പെണ്ണുങ്ങളോട്, ആൻറ്റി അങ്കിൾ എവിടെ പോയതാ, എപ്പം വരുമെന്നറിയാവോ, ഓഹോ ഈ അകത്തിരിട്ടാ. ഇപ്പം ദൈവത്തോട് ബന്ധപ്പെട്ടോ മുഖത്ത് പ്രകാശം, ആൽഫാ തരംഗം. നമ്മുടെ ദേഹത്ത് 4 തരംഗങ്ങൾ മാറി മാറി വരും. ദേവാലയവും ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ ആൽഫാ തരംഗം. അടുക്കളയിൽ പണിത് മടുക്കുന്ന അമ്മയുടെ ദേഹത്ത് ബീറ്റാ തരംഗം. പണിത് മടുക്കുന്ന അപ്പൻ്റെ ദേഹത്ത് ബീറ്റാ തരംഗം. നൈറ്റ് ഡ്യൂട്ടി കഴിയുന്ന നേഴ്സിൻ്റെ ദേഹത്ത് ബീറ്റാ തരംഗം. ഒരുപാട് ടെൻഷൻ വരുമ്പോൾ ബീറ്റാ തരംഗമാണ്. ഈ ബീറ്റാ തരംഗം വരുമ്പോൾ തലവേദന, മന്ദത, മറവി, ഭാരം ഇതെല്ലാം വരും. ബീറ്റാ തരംഗത്തിൽ ദേഹത്ത് വരുന്ന ശക്തമായ മാറ്റം നമുക്ക് കാണാം. ബീറ്റാ തരംഗത്തിൽ വരുന്ന മാറ്റം. 3, ഡെൽറ്റാ തരംഗം. ഡെൽറ്റാ തരംഗം എന്ന് പറഞ്ഞാൽ ഉപ്പുമാവ് കഴിച്ച് ക്ലാസ്സിൽ പോയാൽ ചെറിയ തൂക്കം, ഡെൽറ്റാ തരംഗം. കപ്പ് നിന്ന് ഓഫീസിൽ പോയാൽ ഒരു മയക്കം, ഡെൽറ്റാ തരംഗം. ഈ ഡെൽറ്റാ തരംഗത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നറിയാം, പക്ഷെ എന്താണെന്ന് ഒരു പിടിയുമില്ല. ഈ പലർക്കും വരാം. ഒരു നീണ്ട സമയം പ്രസംഗിക്കുകയും ഒരു തമാശയും പറയാതെ ഗൗരവം തന്നെ പറഞ്ഞാൽ കുറേ കഴിയുമ്പം മയക്കം വരും. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് 2:30 ധ്യാനത്തിൽ ചില പെണ്ണുങ്ങൾ അച്ഛനെ നോക്കി ഇങ്ങോട്ട് വാ തലയാട്ടുന്ന കാണാം. ഇത് ഡെൽറ്റാ തരംഗം. ഞാൻ ഒരു 40 കന്യാസ്ത്രീ അമ്മമാരെ ധ്യാനിപ്പിക്കാൻ ഒരാഴ്ചത്തെ ധ്യാനമാണ്. ബുധനാഴ്ച മഠത്തിലെ മദറിൻ്റെ ഫീസ്റ്റ്. എല്ലാവർക്കും മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. ഇത് കഴിച്ചു. നെയ്മയത്തിൽ ഒരു 1:30 ആയപ്പോൾ ഡെൽറ്റാ തരംഗം പെരുകുകയും കൺപോള അടയുകയും ചെയ്തു. 2:30 മുതൽ 4 വരെ സിസ്റ്റേഴ്സിന് കുംസാരമാണ്. ഞാൻ കുംസാരക്കൂടിലിരുന്നു. കൈവെക്കുന്ന പലകയ്ക്ക് ഡെസ്കിൻ്റെ വീതി അങ്ങോട്ടിരുന്ന് തിരിഞ്ഞിരിക്കാം. ഒരു 8-10 സിസ്റ്റർമാർ കുംസാരിച്ചതറിയാം. ഒരു പ്രായമുള്ള കന്യാസ്ത്രീ അമ്മ കുംസാരിക്കാൻ മുട്ടുകുത്തുകയും തുടങ്ങിയ പാടെ ഡെൽറ്റാ തരംഗത്തിൽ ഞാൻ വഴുതി വീണു, മയങ്ങിപ്പോയി. കുംഭസാരകൻ സിസ്റ്റർ കുംസാരകയുടെ മുട്ടിക്കോട് പറഞ്ഞു, തീർന്നച്ചാൽ തീർന്നു. ഒരു പമ്മലെ ജാളിത. കുംഭസാരക്കുള്ളിൽ അച്ഛൻ ഉറങ്ങുന്നത് നാണം കെട്ട പരിപാടി. ബോധം വീണ്ടിക്കിട്ട് ഞാൻ സിസ്റ്റർമാർക്ക് കൊടുക്കാമെന്ന് ഉപദേശം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വന്നുപോയ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് 3 പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ കാഴ്ചവെക്കണം. അങ്ങനെ പറയാൻ ആഗ്രഹിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു, വന്നുപോയ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് 3 പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞാൻ ഡെൽറ്റാ തരംഗത്തിൽ വഴുതി വീണു. ഞാൻ പറഞ്ഞു, 3 പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിതമാകണമേ, നിന്റെ രാജ്യം വരണമേ. ഞാൻ തന്നെ ചൊല്ലി തീർത്തു. സിസ്റ്റർ ചോദിച്ചു, എന്നാ അച്ഛാ ഇത്? അപ്പോൾ ബോധം വീണ്ടും കിട്ടി. ഞാൻ വീണെടുത്ത് നൂരുണ്ടു. ഞാൻ പറഞ്ഞു, ഇതുപോലെ അർത്ഥം മനസ്സിലാക്കി നിർത്തി 3 പ്രാവശ്യം ചൊല്ലി കാഴ്ച വെക്കണം. അപ്പോൾ ഡെൽറ്റാ തരംഗം വരുമ്പോൾ എന്തോ സംഭവിക്കുന്നറിയാം, എന്താണെന്നറിയത്തില്ല. 4, തേറ്റാ തരംഗം. ഷുഗറിന് നിരന്തരം മരുന്ന് കഴിക്കുന്നവർ കൂർക്കം വലിക്കുമ്പോൾ ഉയരുന്നത് തേറ്റാ തരംഗം. ചുഴലി രോഗമുള്ളവർ വെള്ളത്തിൽ നീരും ബോധം കെടുമ്പോൾ ദേഹത്ത് വീഴുന്നത് തേറ്റാ തരംഗം. നമ്മൾ IMSൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ, പൂജയിൽ പങ്കെടുക്കുമ്പോൾ, കൈയടിക്കുമ്പോൾ, കരങ്ങൾ ഉയർത്തുമ്പോൾ തേറ്റ
ഡെൽറ്റ ബീറ്റ തരംഗം നമ്മുടെ ദേഹത്ത് ആൽഫ തരംഗമായി മാറും. അതാണ് രോഗശാന്തി എന്ന് പറയുക. ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നെഗറ്റീവ് തരംഗങ്ങൾ പോസിറ്റീവ് തരംഗങ്ങളായി മാറും. ഇതാണ് സൗഖ്യം എന്നൊക്കെ പറയുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വരുത്തുന്ന ഒരു വലിയ അത്ഭുതം, തെറ്റായ തരംഗങ്ങൾ മാറി ശരിയായ തരംഗങ്ങളിലേക്ക് വരും പ്രാർത്ഥിക്കുമ്പോൾ. ഒന്ന്, മുഖപ്രകാശം, മുഖത്തൊരു വെട്ടം, നല്ല ആൽഫ തരംഗം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് വരും. രണ്ട്, വ്യക്തത, പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തത കിട്ടും. ഏലിയായും മോശയും സംസാരിക്കുന്നു. അപ്പോൾ മേഘം വന്ന് മൂടി. മേഘത്തിൽ നിന്നൊരു സ്വരം, ഇനി ഇവൻ പറയുന്നത് കേൾക്കുക. അതാണ് ഈ വ്യക്തത. പഴയ നിയമം കടന്നുപോയി, ഏലിയായും മോശയും തീർന്നു. ഇനി യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമം, പുതിയ ലോകം. ഏലിയാ പ്രവാചകൻ, മോശ നിയമം. ക്രിസ്തു പറഞ്ഞു, നിയമത്തിലെ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല പൂർത്തിയാക്കാനാണ് വന്നിരിക്കുക. പഴയ ആകാശം കടന്നു, പഴയ ഭൂമി കടന്നു, ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി, ഇതിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഇതാണ് ഏലിയായും മോശയും. ഇന്നലകളിൽ സംഭവിച്ചതെല്ലാം ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടി. ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതി, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ പദ്ധതി. റോമായ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി ഒരുക്കും. ഇതാണ് വ്യക്തത. ഇന്നലെ സംഭവിച്ചതെല്ലാം ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടി. എനിക്കിത് നല്ല ഉറപ്പ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ല. ചെരുപ്പ് മേടിക്കാൻ അന്ന് വീട്ടുകാർക്ക് പണമില്ലാഞ്ഞ ഒരു പഴയ കാലഘട്ടം. അപ്പനും അമ്മയും ചെരുപ്പിട്ട് കണ്ടിട്ടില്ല. ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോഴും +2 ചെരുപ്പിട്ടിട്ടില്ല. കൂട്ടുകാരന്മാർ ഷൂസും ചെരുപ്പിട്ട് വരുമ്പോൾ എനിക്ക് രണ്ടെണ്ണം ഇല്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർത്തിട്ടുണ്ട്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു, അച്ഛനായി, ഇപ്പം 31 വർഷമായി. അന്ന് ചെരുപ്പിടാൻ നടന്നുകൊണ്ട് ഇന്ന് എല്ലും കെട്ടി, തൊലിക്കെട്ടി, മനക്കെട്ടി, പ്രതിരോധ ശക്തി ഇതെല്ലാം ദേഹത്ത് നന്നായിട്ടുണ്ട്. അച്ഛനായിട്ട് 31 വർഷം ഒരു പനി പോലും പിടിച്ച്, ജലദോഷം പിടിച്ച് പോലും എൻ്റെ ഒരു ധ്യാനം മുടങ്ങിയിട്ടില്ല. ഈ ലോകം മുഴുവൻ ഞാൻ യാത്ര ചെയ്തു. സമയവ്യത്യാസം, ഭക്ഷണ വ്യത്യാസം ഒന്നും ബാധിച്ചിട്ടില്ല. അന്ന് ചെരുപ്പില്ലാതെ നടന്നു. അത് നല്ല മനക്കെട്ടിയും ഒരു ശരീരശക്തിയുമായി ദൈവം രൂപപ്പെടുത്തി. എങ്കിലും ഓർമ്മയുണ്ടായിരുന്നു. 4 വർഷം മുമ്പ് ആ ഓർമ്മയും പോയി. പാതുവായിൽ അന്തോസ് പുണ്യാൻ്റെ കുഴിമാടത്തിൻ്റെ അടുത്ത് മലയാളി സമൂഹം ഒരു ധ്യാനം വെച്ചു. ഞാൻ ഇറ്റലിയിൽ ധ്യാനിപ്പിക്കാൻ ചെയ്തു. അവിടെ നിന്ന് അധികം ദൂരത്തല്ലാതെ ഒരു സിറ്റി, ട്രെവീസ. ആ സിറ്റിയുടെ വാതുക്കൽ ഒരു യുവാവ് പാൻസും കോട്ടിന് വെച്ച് ടൈയും കെട്ടി നിൽക്കുന്ന പ്രതിമ. ആ പ്രതിമയുടെ തോളിൽ ഒരു ഈറ്റക്കമ്പ്, അതിൽ 2 ചെരുപ്പുകൾ തൂക്കിയിട്ടിരിക്കുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിൽ പണമില്ലാത്ത ആൾക്കാർ ചെരുപ്പ് മേടിച്ചാൽ അവർ കല്ലും മുള്ളും മലയും ഉള്ളിടത്ത് ചെരുപ്പിടും. ഒരു കുഴപ്പമില്ലാത്ത സ്ഥലത്തിരുമ്പോൾ ചെരുപ്പൂരി കോലയെ തൂക്കിക്കൊണ്ട് അവർ നടക്കും. അതായിരുന്നു ഇറ്റലിയിലെ രീതി. അങ്ങനെ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി ചെരുപ്പ് തോളിൽ ചുമന്നുകൊണ്ട് നടന്നു. അങ്ങനെ നടന്നു. ആ വിദ്യാർത്ഥി സെമിനാരിൽ ചേർന്നു, അച്ഛനായി. ആ വിദ്യാർത്ഥി മെത്രാനായി, സഭയുടെ പോപ്പായി. ചെരുപ്പ് കോൽ തോളിൽ വകച്ച ആ വിശുദ്ധൻ്റെ പേരാണ് വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ. ചെരുപ്പിട്ടിട്ടില്ല, ചുവന്ന് നടന്ന ആൾ. ഇപ്പം ജീവിതത്തിൽ ചില തകർച്ചകളും ചില നൊമ്പരങ്ങളും വരുമ്പോൾ നാളത്തെ നന്മയ്ക്ക് വേണ്ടി തിരിച്ചറിവ്. ഇതാണ് വ്യക്തത. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നു അതിസുന്ദരമായ വ്യക്തത. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, സാറ്റ് ഗെയിംസ്, ഏഷ്യാഡ്, കോമൺവെൽത്ത് ഗെയിംസ് വരുമ്പോൾ ആർക്കാ സ്വർണ്ണ മെഡൽ? ഞങ്ങളുടെയൊക്കെ മലമൂട്ടിലെ ബീനാമോൾ, ബിജുമോന്, PT ഉഷ, MD വത്സമ്മ, ഷൈനി എബ്രാഹിം. മലമൂട്ടിൽ ഓടിപ്പടിച്ചവർക്ക് എല്ലും കെട്ടി, തൊലിക്കെട്ടി, മലക്കെട്ടി, സ്പോർട്സ് പീരീഡ്. പക്ഷെ ആലപ്പുഴയൊക്കെ ടൗണിൽ ജീവിക്കുന്ന ചില പെണ്ണുങ്ങൾ, നല്ല സമ്പത്തുള്ളവർ കണ്ടാലോ കുതിർന്ന മോഡേൺ ബ്രെഡ് പോലെ ആയിരിക്കുന്നത്. പക്ഷെ കുഞ്ഞിട്ട് സ്വർണ്ണ മെഡൽ പോയിട്ട് തെങ്ങിന് കവളം മെഡൽ പോകുമ്പം അണപ്പ്, കിതപ്പ്, ശ്വാസം മുട്ടൽ. അപ്പം നമുക്ക് ദൈവം ഓരോന്നും തരുന്നത് തമ്പുരാൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇന്നലകളിൽ സംഭവിച്ചതെല്ലാം
നാളത്തെ നന്മയ്ക്ക് വേണ്ടി ഇതാണ് വ്യക്തത എന്ന് പറയുക. ഞാൻ 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു മനോരമ വാരിക. ഓരോ ആഴ്ചയിലെ ആരംഭത്തിൽ അന്ന് വെറും 25 പൈസയാണ് വാരികയുടെ വില. അമ്മ എൻ്റെ 25 പൈസ തരും, മോനെ ഒരു മനോരമ വാരിക മേടിച്ചു കൊണ്ടുപോവാ. ഞാൻ മേടിച്ചു കൊണ്ടുവരും. അമ്മയ്ക്ക് വായന വലിയ പരിചയമില്ല. ഞാൻ മേശപ്പുറത്ത് വാരിക വെച്ച് കസേരയിലിരിക്കും. അമ്മ കറിക്ക് വേണ്ടി ചിരണ്ടിക്കൊണ്ടിരിക്കും. മോനെ നുറക്ക വായിച്ചേ, അടുത്ത ഒരാഴ്ച കാലം കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർക്ക് എന്നതാ വരാൻ പോണ്, മോനുറക്ക വായിച്ചേ. അമ്മയുടെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. അമ്മ മരിച്ചിട്ട് വർഷം 28 കഴിഞ്ഞു. എന്നാലും ഇന്നും ഞായറാഴ്ച വാരാന്ത്യപ്പത് വരുമ്പോൾ ഞാൻ നോക്കും, ഈ വരുന്ന ആഴ്ച കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർക്ക് സ്വർഗത്തിൽ എന്നതാ വരാൻ പോണ്, പണ്ട് വായിച്ചതിൻ്റെ ഓർമ്മ. അമ്മ വായിക്കില്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് വായിക്കും. ഞാൻ വായിക്കും. അടുത്ത ഒരാഴ്ച കാലം കാർത്തിക നക്ഷത്രത്തിൽ വരുന്ന പെണ്ണുങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിശിഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഞാനങ്ങ് പൂരിപ്പിക്കും. എന്നിട്ട് ഞാൻ പോയി പരിതബന്ധു വായിക്കും. അന്ന് എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, എൻ്റെ ദൈവമേ, ഞാൻ വളർന്നു വലുതാകുമ്പോൾ എൻ്റെ പേര് വെച്ച് മനോരമയിൽ ഒരു പരിതബന്ധു എഴുതാൻ ഭാഗ്യം തരണേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്ന് സത്യനും ശാരദയും നസീറും ഷീലയും മരം ചൂട്ടി ഓടുമ്പോഴും കുളിച്ച് വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇവരിരിക്കുന്ന മരത്തിന് കൊമ്പ് കൊടുക്കാനുള്ള ഒരു ഭാഗ്യവേദ്യം തരണേ. ഒരു കുട്ടിയുടെ പൊട്ട പ്രാർത്ഥനയായിട്ട് അന്ന് പ്രാർത്ഥിച്ചു. 50 വർഷങ്ങൾ കഴിഞ്ഞു ഇന്ന് മനോരമ ഇറങ്ങുമ്പോൾ അവർ വിളിക്കും, പുത്തമ്പരയച്ചനാണോ? അച്ഛൻ്റെ ഒരു ഫലിതം തന്നാൽ ഉപകാരമായിരുന്നു. പലപ്പോഴും എഴുതി കൊടുക്കും. മനോരമ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ വിറ്റ പുസ്തകം, ഞാനെഴുതിയ പുസ്തകം ഇണയും തുണയും. നമ്മളൊന്ന് പ്രാർത്ഥിക്കും, സിനിമാ നടന്മാരുടെ മരത്തിന് കൊമ്പ് കൊടുക്കാൻ ഭാഗ്യം തരണേ. ഇന്ന് സിനിമാക്കാരെ പോലെ സോഷ്യൽ മീഡിയ വഴി ആൾക്കാർക്കറിയാം. 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാ നിർമ്മാതാവും സംവിധായകൻ ജിത്തുവും തിരക്കഥാകൃത്ത് സിന്ധിരാജും കൂടി എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ പ്രസംഗത്തിൽ പറയുന്ന ഒരു സംഭവം സിനിമയാകാൻ ആഗ്രഹമുണ്ട്, അച്ഛന് സമ്മതമാണോ? ഞാൻ കുടുംബജീവിത ദമ്പതി ധ്യാനത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ഏത് ആണുങ്ങളും എത്ര നല്ലവരാണെങ്കിലും കല്യാണം കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പോൾ വേറെ പെണ്ണുങ്ങൾ നടന്നു പോകുമ്പം കുറേ സമയം പുറകിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിന് വിളിക്കുന്ന വാക്കാണ് ആണുങ്ങളുടെ 7ാം വർഷത്തിലെ ചൊറിച്ചിലെന്നാണ് അതിന് വിളിക്കുക. അങ്ങനെ ഒരുത്തൻ നോക്കിയപ്പോൾ അവൻ്റെ മോള് ഒരു അനാവശ്യ പ്രേമത്തിൽ വീണപ്പോൾ ഇയാൾ തിരുത്തി ഭാര്യയിലേക്ക് വരുമ്പോൾ ഭാര്യയുടെ സ്നേഹം വീണ്ടും കിട്ടാൻ എന്തെല്ലാം ചെയ്യണം? ഞാൻ പറഞ്ഞു, അവൾ എന്നാ പറഞ്ഞാലും വടി വീഴുന്ന പോലെ മിണ്ടാതെ നിൽക്കണം. തുണി അലക്കി കൊടുക്കണം, അലക്കി തുണി വിരിച്ചു കൊടുക്കണം, കരി ഒലത്തി കൊടുക്കണം, തറ തുളച്ച് കൊടുക്കണം, പാത്രം കഴുകി കൊടുക്കണം. 5-6 മാസം ഇങ്ങനെ ചെയ്യുമ്പോൾ അവൾക്ക് സഹതാപം തോന്നി ഇവനെ സ്നേഹിച്ചു തുടങ്ങും. ഞാൻ ഈ പറഞ്ഞത് സിന്ധിരാജ് സുന്ദരമായ കഥ എഴുതി, ജിത്തു സുന്ദരമായി സംവിധാനം ചെയ്തു, അപ്പനായി മോഹൻലാൽ ഭംഗിയായി അഭിനയിച്ചു, ഭാര്യയായി മീനായും അഭിനയിച്ചു. 101 ദിവസം ആ സിനിമ ഓടിയപ്പോൾ സിനിമയുടെ അവാർഡുകൾ അതിന് വന്നു. 101 ദിവസം മോഹൻലാലിനും എനിക്കും മീനായിക്കും കലൂര് വെച്ച് നിർമ്മാതാക്കൾ ഒരു അവാർഡ് തന്നു. അങ്ങനെ പുറത്തിറങ്ങിയ പടമായിരുന്നു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. ജീവിതത്തിൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവം ക്രമിക്കുന്ന വഴി എന്താണ്? വ്യക്തത. ഇന്നലകളിൽ സംഭവിച്ചതെല്ലാം നാളത്തെ നന്മയ്ക്ക് വേണ്ടി ആ ഉറപ്പ് നമുക്ക് വേണം. 1 മുഖപ്രകാശം, 2 വ്യക്തത, 3 പ്രാർത്ഥിക്കുന്ന ദൈവം കൊടുക്കുന്ന 3ാമത്തെ സമ്മാനമാണ് ധൈര്യം. ആരെല്ലാം പ്രാർത്ഥിച്ചവർക്ക് ധൈര്യം. മോശ സീനായ്മലയിൽ പ്രാർത്ഥിച്ചു, ഇറങ്ങി വന്നപ്പോൾ നല്ല ധൈര്യം. യേശു ഗത്സമേനിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ധൈര്യം. തോമാസ് ശ്ലീഹ പ്രാർത്ഥിച്ചപ്പോൾ ധൈര്യം പറഞ്ഞു, നമുക്കും അവനോട് പോയി മരിക്കാം. മത്തായി 17 താബോർ മലയിൽ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, യേശു പറഞ്ഞു, വരൂ, ധൈര്യമായിരിക്കൂ, ഭയപ്പെടേണ്ട, കാൽവരിയിലേക്ക് പോകാം. പ്രാർത്ഥിക്കുന്ന ദൈവം കൊടുക്കുന്ന സമ്മാനം ധൈര്യം. കൊച്ചു കുട്ടികളുടെ കൂട്ടയോട്ടം, 10 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള 10 കുട്ടികൾ 100 മീറ്റർ ഓട്ടത്തിന് നിരന്നു.
സാറന്മാർ 100 മീറ്റർ ദൂരെ കയറും പിടിച്ചു നിന്നു. ആദ്യം വന്ന് മുട്ടുന്ന കുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി ഇവർ നോക്കുമ്പോൾ ഒരു കുട്ടിക്ക് ബാസ്കറ്റ് ബോളിൻ്റെ മുഴുപ്പ്, ഒരുത്തനെ ഫുട്ബോളിൻ്റെ ഷേപ്പ്, ഒരുത്തൻ ഷോട്ട് പുട്ട് പോലെ ഉരുണ്ടവൻ. സാറന്മാർ നോക്കുമ്പോൾ ഏറ്റവും പൊക്കം കണ്ട കുട്ടി ചരവറ പറവറ ഇങ്ങനെ പ്രാർത്ഥിക്കും. സാറന്മാരോർത്തു ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന കുട്ടിക്ക് 1ാം സമ്മാനം കിട്ടിയാൽ മതി. റെഡി 1 2 3 സ്റ്റാർട്ട് ബിസിലൂരി. ഓട്ടം പൂർത്തിയായപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചവൻ ഏറ്റവും അവസാനത്തവനായിട്ട് ഫിനിഷ് ചെയ്തു. അപ്പോൾ സാറന്മാർ തോന്നി തട്ടി പറഞ്ഞു, മോനെ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും സമ്മാനം കിട്ടിയില്ലെന്നോർത്ത് ദൈവത്തോട് പിണക്കമൊന്നും തോന്നരുത്, കൈക്കും കാലിനും നീളം വെക്കുമ്പം സമ്മാനം കിട്ടിക്കോളും. അവൻ പറഞ്ഞു, ആരാ പറഞ്ഞു സാറേ സമ്മാനം കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന്? പിന്നെ പ്രാർത്ഥിച്ചതെന്താ? പൊന്ന് സാറേ, സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല, തോറ്റാലും കരയാതിരിക്കാൻ മനക്കെട്ടി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന സമ്മാനമാണ് ധൈര്യം. ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ അനാവശ്യ ഭയങ്ങൾ പോകും. വെള്ളത്തെ ഭയം, ഉയരത്തെ ഭയം, ഇരുട്ടിനെ ഭയം, രക്തത്തെ ഭയം, ആഴത്തെ ഭയം, പരീക്ഷ ഭയം, പുതിയ സ്ഥലം ഭയം, അനാവശ്യ ഭയങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്കില്ല. പ്രാർത്ഥിച്ചാലും നോർമൽ ഭയം ഉണ്ടാവും. പട്ടി കടിക്കാൻ വന്നാൽ, പാമ്പ് കൊത്താൻ വന്നാൽ, ആന കുത്താൻ വന്നാൽ, പ്രാന്തം നേരെ വന്നാൽ, കള്ളൻ വീട്ടിൽ വന്നാൽ പേടി തോന്നും, ഉറപ്പാ. പട്ടി കടിക്കാൻ വരുമ്പം സ്വർഗസ്വനായ പിതാവെ കടിച്ചിട്ട് ഓടും, ആരും നിൽക്കുകയില്ല, ജീവനും കൊണ്ട് ഓടും. നോർമൽ ഭയമുണ്ട്. ഒരു വീട്ടിൽ ഉച്ച കഴിഞ്ഞ് 2:30 ഒരു കള്ളൻ വന്നു. 65 വയസ്സുള്ള ഭർത്താവും ഭാര്യയും വീട്ടിൽ. കള്ളൻ വാതിലങ്ങ് അടച്ചു. ഒരു കൈത്തോക്കെടുത്തു. കള്ളൻ പറഞ്ഞു, എൻ്റെ രീതി ആദ്യം പേര് ചോദിക്കും, പേര് പറഞ്ഞു കഴിയുമ്പോൾ നെറ്റിയിൽ വെടിവെക്കും, കൊന്നിട്ട് എല്ലാ സാധനവും എടുത്തുകൊണ്ട് പോകും. എൻ്റെ രീതി അതാണ്. 2 പേരും കിഴകലാന്ന് വിറച്ചു. കള്ളൻ തോക്കെടുത്ത് ഭാര്യയുടെ നെറ്റിയെ വെച്ചു. എന്നതാടി നിൻ്റെ പേര്? അവർ വിറച്ചോണ്ട് പറഞ്ഞു, കള്ള എന്നെ കൊല്ലരുത്, എൻ്റെ പേര് എലിസബത്ത്. കള്ളൻ തോക്ക് താഴെ ഇട്ടു. കള്ളൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ പേരാണ് എലിസബത്ത്, അങ്ങനെ പേരുള്ളവരെ കൊല്ലാൻ പറ്റിയല്ല, കയറിപ്പോടിയെന്ന് പറഞ്ഞു. പോകാൻ പറ്റുമോ? കെട്ടിവന് കരിയില പോലെ വിറയ്ക്കുക. കള്ളൻ തോക്കെടുത്തു. കെട്ടിയവൻ നെറ്റിയെ വെച്ചു. എന്നതാടു തൻ്റെ പേര്? കെട്ടിയവൻ പറഞ്ഞു, എൻ്റെ പേര് വർഗീസ്, പക്ഷേ നാട്ടുകാരെല്ലാം എന്നെ എലിസബത്ത് എന്നാണ് വിളിക്കുന്നത്, കള്ളൻ തോക്ക് വിട്ടിട്ട് പോയെന്നാ. നോർമൽ ഭയം ആർക്കുമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അകാരണമായ ഭയം വിട്ടുപോകുന്നു. പ്രാർത്ഥിക്കുമ്പോൾ യേശു തൻ്റെ ഐഹിക ജീവിതകാലത്ത് പ്രാർത്ഥനയുടെ 5 രീതികൾ പഠിപ്പിച്ചു. അത് കാണുമ്പോൾ നമ്മുടെ സമയം പൂർത്തീകരിക്കപ്പെടുന്നു. പ്രാർത്ഥനയുടെ 5 രീതികൾ. 1, പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. മത്തായി 9:16 മുതൽ 25 വരെ വാക്യങ്ങൾ. ഒരു ജനക്കൂട്ടം ക്രിസ്തുവിൻ്റെ ചുറ്റും തിങ്ങി ഞെരി നടക്കുമ്പോൾ രക്തസ്രാവമുള്ള സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊട്ടു. രോഗം മാറി. യേശു ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? പത്രോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാ ചോദ്യമാ, ആരാ നിന്നെ തൊടാത്തത്? എല്ലാവരും ഒരുമിക്കൊണ്ട് നിൽക്കുകയല്ലേ. ക്രിസ്തു പറഞ്ഞു, ശക്തി പുറപ്പെട്ടു. എന്നിട്ടൊരു മോളെ, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു, പോവുക. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. IMS വന്ന് തിങ്കളാഴ്ചകളിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും രാത്രി ആരാധനയ്ക്ക് വരുമ്പോഴും ഏത് ശുശ്രൂഷയ്ക്ക് വരുമ്പോഴും ഓർക്കണം, ദൈവം തന്നു. എൻ്റെ പെണ്ണിന് വയസ്സ് 29, കല്യാണം നടന്നിട്ടില്ല. പ്രാർത്ഥിക്കണം. ഇന്നേക്ക് 120 ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ മകളുടെ കരുത്തിൽ താലി കിട്ടുന്ന പുരുഷനെ ഞാൻ കാണുന്നു, അവനായി സ്തോത്രം ചെയ്യുന്നു. കിട്ടിയ ഉറപ്പ്. സ്വന്തമായി വീടില്ല. കർത്താവേ, ഇന്നേക്ക് 6 മാസങ്ങൾക്കുള്ളിൽ നീ എനിക്ക് തരുന്ന വീടിനെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഉറപ്പ്. ആ വിശ്വാസത്തോടെ തമ്പുരാൻ തന്നു തരും എന്ന വിശ്വാസം, ആ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. 2, പ്രാർത്ഥിക്കുമ്പോൾ ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കുന്നു, ഞാൻ കൊച്ചച്ഛനായിരുന്ന കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിൽ IMSലേക്ക് രാത്രി ആരാധനയ്ക്ക് കൊന്ത ചൊല്ലി നടന്നു വരുന്നവരെ കണ്ടിട്ടുണ്ട്. എത്രയോ ദൂരെ നിന്ന് ആൾക്കാർ വരിക. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. പരഞ്ഞാനും അസീസി ധ്യാനമന്ദിരത്തിൽ ഒരു മുറിയുണ്ട്.
മണൽ വിരിച്ച മുറി. കുഞ്ഞുങ്ങളെ പരീക്ഷ ഇടുമ്പോൾ അമ്മമാർ ആ മണലിൽ മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നു. 2 മണിക്കൂർ പരീക്ഷ എന്ന കുഞ്ഞുങ്ങൾക്ക് ഓർമ്മശക്തി കിട്ടാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ചെറിയ ത്യാഗങ്ങൾ. മുട്ടുകുത്തുന്നു, കൈവിരിക്കുന്നു. നല്ല ആരോഗ്യമുള്ളവർ വെള്ളിയാഴ്ച ഒരു നേരമേ ഭക്ഷണം കഴിക്കാവൂ, ഒറ്റ നേരം. ആരോഗ്യം കുറവാണോ, ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും വെടിയണം. രോഗമുണ്ടോ, കഴിക്കുക ഇഷ്ടമുള്ള ചില ഐറ്റങ്ങൾ വേണ്ടെന്ന് വെക്കണം. ഇതെല്ലാം ത്യാഗമാണ്. ചെറുതും വലുതുമായ ത്യാഗമെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ത്യാഗം, അപ്പനും ത്യാഗമെടുക്കണം, അമ്മയും ത്യാഗമെടുക്കണം. പലപ്പോഴും അപ്പന്മാർക്ക് ത്യാഗമെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. സഹനശക്തി കൂടുതലും അപ്പനേക്കാൾ അമ്മയ്ക്കാണെന്നറിയാം. അപ്പന് തലവേദന വന്നോ ലോകമഹായുദ്ധം, വൈദ്യവേദന വന്നോ സുനാമി, നെഞ്ചുവേദന വന്നോ ഭൂമി കുലുക്കം സഹിക്കുകയില്ല. പക്ഷെ നല്ല അമ്മച്ചിമാരുണ്ട്, തലച്ചോറ് പഴുപ്പ, നല്ല ചായ കുടിച്ചാൽ അറിയായിരുന്നു തലവേദന മാറുമോ. കുടൽ പഴുത്ത് പൊട്ടുക, ഉലുവാവെള്ളം കുടിച്ചറിയാം വലിയ മൂളൽ മാറുമോ. സഹിച്ചുകൊണ്ടിരിക്കും. നല്ല അമ്മമാരങ്ങ് സഹിച്ചുകൊണ്ടിരിക്കും. ത്യാഗത്തിന് കഴിവ്. തമ്പുരാനറിയാം പെണ്ണുങ്ങൾക്കാണ് ത്യാഗം വേദന സഹിക്കാൻ കഴിവ്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കുവാനുള്ള വകുപ്പ് പെണ്ണുങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. തമ്പുരാനറിയാം ഇത് ആണുങ്ങളുടെ വകുപ്പാണോ, ഒറ്റ പ്രസവം ലോകാവസാനം നീ പരിപാലിക്കില്ലേയില്ല. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛ എൻ്റെ മോനെ പ്രസവിച്ചപ്പോൾ എന്തൊരു വേദനയായിരുന്നു, ഇനി പരിപാടിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ ദൈവമേന്ന് ദൈവത്തോട് ഞാൻ 11 പ്രാവശ്യം ആലോചന ചോദിച്ചു. അങ്ങനെ 11 പ്രാവശ്യം ആലോചന ചോദിച്ച് എൻ്റെ അച്ചു ഞാൻ ഇന്ന് 12 മക്കളുടെ അമ്മയാണ്. സഹനശക്തി ദൈവം സ്ത്രീക്കാൻ കൊടുത്തത്. അതുകൊണ്ടാണ് മക്കൾ അപ്പനേക്കാൾ ഇഷ്ടപ്പെടുന്നത് അമ്മയാണ്. കഷ്ടപ്പെടുന്ന അപ്പനാണെങ്കിലും മക്കൾക്ക് ഇഷ്ടപ്പെടുന്നത് അമ്മയോടാണ്. കാരണം അപ്പനിങ്ങനെ ഓടി നടക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് ഇരിക്കാൻ പറ്റിയില്ല. അമ്മയോ പനി വന്നോ രാത്രിയിൽ ഉറക്കടയ്ക്കും, കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കും. ക്രിസ്മസ് കുർബാനയ്ക്ക് രാത്രി പള്ളിയിൽ കൊണ്ടുപോയി. അമ്മ എപ്പോഴും കൂടെ നിന്ന് സഹിക്കുന്ന കാണാം. അതുകൊണ്ട് മക്കൾക്ക് ചോദ്യം മുഴുവൻ അമ്മയോടാ. അമ്മേ ഫോണെന്തിയേ, അമ്മേ ഷർട്ട് എന്തിയേ, അമ്മേ ചോറെന്തിയേ, അമ്മേ കൊടയെന്തിയേ, അമ്മേ പുസ്തകം എന്തിയേ. അപ്പനോട് ഒറ്റ ചോദ്യം, അപ്പ അമ്മ എന്തിയേ ഇത്രേ ചോദിക്കത്തുള്ളൂ. ഇപ്പോൾ ത്യാഗം മുഴുവൻ സ്ത്രീകൾക്കാണ്. അപ്പോൾ നമ്മൾ ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. ചെറുതും വലുതുമായി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. നമ്മളോട് ഒരാൾ ഒരു പ്രാർത്ഥന ചോദിച്ചാൽ അല്പം വിശപ്പ് അനുഭവിച്ച് ത്യാഗമെടുത്ത് ആ പ്രാർത്ഥനാ വിഷയം നമ്മൾ പ്രാർത്ഥിക്കണം. 1 വിശ്വാസത്തോടെ, 2 ത്യാഗത്തോടെ, 3 പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ യേശു പറഞ്ഞില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശിശുക്കളെ പോലെ പ്രാർത്ഥിക്കുവിൻ. നിഷ്കളങ്കത, ഉള്ളിൽ കാപട്യം വരുത്, എപ്പോഴും നേരെ വാ നേരെ പോ. കുഞ്ഞുങ്ങൾ അങ്ങനെയല്ലേ, ഒളിക്കാനും മറിക്കാനുമുണ്ടോ. ഞാൻ വീട് വെച്ചിരിക്കാൻ വേണ്ടി ഓരോ മുറിയിൽ പ്രാർത്ഥിച്ച് പോകുമ്പോൾ ഒരു 3 വയസ്സുകാരൻ പൊന്നരങ്ങാനും മാത്രം ഇട്ട് നൂൽ ബന്ധമില്ലാതെ അച്ഛൻ്റെ പുറകെ പരേഡ് നടത്തുന്നു. ഒരു നാണവുമില്ല. അമ്മ പറഞ്ഞു, മോനെ നാണമില്ലേ, ഒരച്ഛൻ വന്ന കണ്ടില്ലേ, അകത്ത് പോയി എന്നൊരു ഇട്ടുകൊണ്ട് വാട. അവൻ പോയി ആഘോഷമായിട്ട് കാലേലിട്ട് ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. ഇത് മതിയോ? ഈ നിഷ്കളങ്കത, കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത, ഒളിക്കാനും മറയ്ക്കാനുമില്ല. ഞാൻ ഇടുക്കി ജില്ലയിൽ ഒരു കമ്പംപട്ടി പ്രദേശത്ത് ഒരു പള്ളിയിൽ ചെന്നു. വികാരീശ്വരൻ പള്ളിയിലില്ല. അന്ന് രാത്രി എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരാളുടെ വീട്ടിൽ രാത്രിയിൽ കിടക്കാൻ ചെന്നു. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. 7 മണിയുടെ ബസ്സിന് നാട്ടിലേക്ക് പോരണം. ഞാൻ നോക്കുമ്പോൾ 4 വയസ്സോളം പ്രായമുള്ള ഇളയ മോൻ കോൾഗേറ്റിൻ്റെ പേസ്റ്റും കയ്യിൽ ഒരു ബ്രഷുമായിട്ട് അച്ഛൻ്റെ അടുക്കിലേക്ക് വരുന്നു. പേസ്റ്റ് പുത്തന, ബ്രഷിൻ്റെ ചകിരിയെല്ലാം വിടർന്നു നിൽക്കുന്നു, ആരൊക്കെയോ തേച്ചതുപോലെ. ഞാൻ പറഞ്ഞു, മോനെ പേസ്റ്റ് മതി, അച്ഛൻ വിരൽ കൊണ്ട് തേച്ചോളാം. ബ്രഷ് വേണ്ടേ? വേണ്ട, നിങ്ങൾ തേക്കുന്ന ബ്രഷാണെന്ന് അച്ഛന് കാണുമ്പോൾ അറിയാം. അന്ന് കുഞ്ഞിൻ്റെ മറുപടി, എൻ്റെ അച്ചു ഇത് ഞങ്ങളാരും തേക്കുന്നതല്ല, വിരുന്നുകാർക്ക് വെച്ചിരിക്കുന്ന ബ്രഷാണിത്. ഇതാണ് കുഞ്ഞുങ്ങളുടെ സ്വഭാവം. പിള്ള മനസ്സിൽ കള്ളമില്ല. എന്നാലും നേരെ വാ നേരെ പോ. ജീവിതത്തിൽ കബളിപ്പിക്കലും കള്ളത്തരവും ഒളിച്ചുകളിയും കള്ളവർത്താനും ഒന്നും വരുത്. നേരെ വാ നേരെ പോ. അതാണ് പ്രാർത്ഥന. ഇപ്പം കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കണം. 2 കൊച്ചുകുട്ടികൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും
അവർ ആലപ്പുഴയിലേക്ക് പോവുക. അങ്ങനെ പോരുമ്പോൾ അവർ പറഞ്ഞു, കണ്ടക്ടർ സാറേ കിടങ്ങറ പാലമാകുമ്പം ഒന്ന് പറഞ്ഞേക്കണം. സാറ് പറഞ്ഞേക്കാം. കുറച്ച് കഴിഞ്ഞു മാമ്പഴക്കരി ആയപ്പോൾ, ഇതാണോ കിടങ്ങറ ആകുമ്പം പറയാവുന്നത്. അടുത്ത സ്ഥലം വന്നപ്പം മിത്രക്കരിയുടെ ഭാഗം വന്നപ്പം, ഇതാണ് കിടങ്ങറ ആകുമ്പം പറയാം. പിള്ളേർ ഇരുന്ന് കണ്ടക്ടർ അരിശപ്പെട്ടു, പോയിരിക്കടാന്ന്. അവർ പോയി ഉറങ്ങിപ്പോയി. കിടങ്ങറപ്പാലത്തേക്ക് വന്നപ്പം കണ്ടക്ടർ ഉറക്കം, പിള്ളേരും ഉറക്കം. ആൾക്കാർ കൊട്ടി വിളിച്ചിട്ട് വരട്ടെ, 2 കുഞ്ഞുങ്ങൾ പറഞ്ഞതല്ലേ കിടങ്ങറ അവൻ പറയണമെന്ന്, എഴുന്നേപ്പിച്ച് വിടും. എന്താണ് ചെയ്തു കൊടുക്കും, കുഞ്ഞുങ്ങളല്ലേ. അരിശെന്ന കണ്ടക്ടർ മുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എന്നിട്ട് പോടാ, ഇതാ കിടങ്ങറ. തമ്മിൽ മൂത്തോ പറഞ്ഞു, സാറേ ഇറങ്ങുമൊന്നും വേണ്ട. പിന്നെ അമ്മ പറഞ്ഞായിരുന്നു കിടങ്ങരയാകുമ്പോൾ ബിസ്ക്കറ്റ് പാക്കറ്റ് പൊടിച്ച് വരണം, അനിയനെ കൊടുക്കണമെന്നാണ് പറഞ്ഞ്. അതായോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതാണ് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കും, നിഷ്കളങ്കരായിട്ട് പ്രാർത്ഥിക്കും. 1 വിശ്വാസത്തോടെ, 2 ത്യാഗത്തോടെ, 3 കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയോടെ, 4 പ്രാർത്ഥിക്കുമ്പോൾ 4ാമത് ഒരു പ്രത്യേകത ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം. IMS വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. IMS അമ്മയുടെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ കരച്ചിൽ വരുന്ന വാക്കാണ് ദ ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ്, കണ്ണുനീരിൻ്റെ വരം. ക്രിസ്തു ബൈബിളിൽ 2 പ്രാവശ്യം കരഞ്ഞു. മത്തായി 23:34 വാക്യത്തിൽ ബത്പകയിൽ നിന്ന് ജെറുസലേമിനെ നോക്കി യേശു നെടുവീർപ്പിട്ട് പറഞ്ഞു, ജെറുസലേം ജെറുസലേം, പിഴക്കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകെങ്കിലും കാത്തതുപോലെ ഞാൻ നിന്നെ കാത്തിട്ടും. പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളെ ദുരിതം. 37 വർഷം കഴിഞ്ഞ് നഗരം തകർന്നുപോയി. 2ാമത് യോഹന്നാൻ 11:35, ലാസറിൻ്റെ കല്ലെറിഞ്ഞൻ. യേശു കണ്ണുനീർ വാർത്തു, ലാസർ ഉയർത്തെഴുന്നേറ്റു. കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമാണ്. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക കൊത്താൻ വരും. കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി ചിറകടിച്ചു വരും. പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു കൊമ്പ് കുലുക്കും. ആട്ടുകുഞ്ഞ് കരഞ്ഞാൽ തള്ളയാടും അരിശത്തോടെ നോക്കും. ഇടിമുഴക്കം പോലും കേൾക്കാതെ ഉറങ്ങുന്ന അമ്മ കുഞ്ഞ് കരഞ്ഞാൽ ചാടി എഴുന്നേക്കും. എങ്കിൽ കുരിശിന് മുമ്പിൽ നിന്ന് കരഞ്ഞാൽ ക്രൂശിതൻ ഇറങ്ങി വരും. സക്രാരിയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ കുർബാനയിലെ ദൈവം ഇറങ്ങി വരും. കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലം. ഈ ലോകത്ത് എല്ലാ ദ്രാവകങ്ങളും തറയെ വീഴും. പാല്, എണ്ണ, വെള്ളം, വീഞ്ഞ്. പക്ഷെ തറയെ വീഴാതെ മുകളിലോട്ട് പോകുന്ന ഒരു ദ്രാവകമേ ഉള്ളൂ, നൊന്തുപെറ്റ അമ്മയുടെ കണ്ണുനീര്, ജനിപ്പിച്ച അപ്പൻ്റെ കണ്ണുനീര്. അത് തറയെ വീഴുകയല്ല, അത് മുകളിലോട്ട് പോകും. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. ഹൃദയം നുറിയുമ്പോൾ കർത്താവ് സമീപസ്ഥന. നമ്മൾ കാണുന്നു ഓഗസ്റ്റ് അവസാനം കരഞ്ഞ് പ്രാർത്ഥിച്ച അമ്മ വിശുദ്ധ മോനിക്ക. അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണുനീരും കുപ്പിയിൽ ശേഖരിച്ചു. പാപിയായ മകനെ വിശുദ്ധനാക്കി വിശുദ്ധ അഗസ്തീനോസ്, സെന്റ് അഗസ്റ്റിൻ. ഇപ്പം നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം, ഉള്ളിത്തട്ടി പ്രാർത്ഥിക്കണം. അവസാനമായി 5ാമത്, പ്രാർത്ഥിക്കുമ്പോൾ എളിമയോടെ പ്രാർത്ഥിക്കണം. ഈ എളിമ ലൂക്കാസ് സുവിശേഷം 18:9-15 വരെ വാക്യങ്ങൾ. പരിസേയനും ചുങ്കക്കാരനും. പരിസേയൻ അഹന്തയോടെ പ്രാർത്ഥിച്ചു, ചുങ്കക്കാരൻ എളിമയോടെ പ്രാർത്ഥിച്ചു. എളിമയോടെ പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നമുക്കും എളിമ വേണം. അതിൻ്റെ അടയാളമാണ് ഇവിടെയുള്ള അച്ഛന്മാരോട് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗം പറഞ്ഞേൽപ്പിക്കണം. പ്രാർത്ഥിക്കുന്ന പ്രേക്ഷിതരോട് പ്രാർത്ഥനാ നിയോഗം പറഞ്ഞേൽപ്പിക്കണം. പ്രാർത്ഥിക്കുന്ന ഉറപ്പുള്ളവരോടൊക്കെ നമ്മൾ പ്രാർത്ഥന ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്രാർത്ഥന ഏറ്റയാൾ പ്രാർത്ഥന മറന്നാലും അത് ഏൽപ്പിക്കുന്നത് കാണുന്ന ദൈവം അത് മറക്കുകയില്ല. ഒരു പ്രാർത്ഥനാ വിഷയം നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ തന്നെ ദൈവം അത് കണ്ടു. നമ്മുടെ എളിമപ്പെടൽ നമ്മൾ പറയുന്നത് എന്താ? എന്നേക്കാൾ തമ്പുരാന് മുമ്പിൽ നിനക്ക് യോഗ്യതയുണ്ട്, അതുകൊണ്ട് ഈ വിഷയം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു 6 വർഷക്കാലം. 2 ശനിയാഴ്ചകളിൽ ഒരു ബൈബിൾ ധ്യാനം നടത്തുവാൻ 500ഓളം പേര് റെഗുലറായി പങ്കെടുക്കും. 2 ശനിയാഴ്ച രാവിലെ 9-ന് കൊന്ത, പിന്നെ നൊവേന, വചനപ്രസംഗം, വിശ്രുവാന, അത് കഴിഞ്ഞ് ആരാധന. 3 മണിക്ക് കഞ്ഞിയും പയറും അച്ചാറും കഴിച്ച് ആൾക്കാർ പോകും. ഒരു 2 ശനിയാഴ്ച എല്ലാവരും പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ വിഴിഞ്ഞം ഭാഗത്തു നിന്ന് വരുന്ന
മീൻ കച്ചവടമുള്ള ഒരു 65കാരി ആൻറ്റി പള്ളിയുടെ വാതിൽപ്പടിയിൽ ദുഃഖത്തോടെ ഇരിക്കുന്നു. എന്നുവെച്ചാൽ എന്നാ വിധി, എൻ്റെ അച്ചു ഭർത്താവ് സൗദിയിലാണ്, അറബി ക്രൂരനാണ്, 85,000 ഇന്ത്യൻ രൂപ ശമ്പളത്തിൻ്റെ കെട്ടാനുണ്ട്, പാസ്പോർട്ടും പിടിച്ചു വച്ചിരിക്കുക. അച്ഛൻ ഇതുപോലൊരു ധ്യാനം നടത്തുന്നു എന്ന് പറഞ്ഞ് കെട്ടിയവൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു പ്രാർത്ഥിപ്പേരടി, അറബി മനസ്സ് മാറി 85,000 രൂപയും പാസ്പോർട്ടും തന്നാൽ അടുത്ത മാസം 2ാം ശനിയാഴ്ച അച്ഛന് അതിൻ്റെ 10-1 8,500 രൂപ കൊടുത്തേക്കെന്ന് പറഞ്ഞേക്കണം. അച്ഛൻ പ്രാർത്ഥിക്കണം, കിട്ടിയാൽ 10-1 അച്ഛനുള്ളതാണ്. നമ്മൾ ശരി പ്രാർത്ഥിക്കാം. 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ പ്രാർത്ഥനാ വിഷയം മറന്നുപോയി. പിറ്റേ 2ാം ശനിയാഴ്ച എല്ലാവരും പോയി കഴിഞ്ഞ് പള്ളിയുടെ മുൻവശത്ത് ഒരു ചെറിയ ചിരിയുമായി ഈ സഹോദരി നിൽക്കുന്നു. ഞാൻ ചെന്ന് ചോദിച്ചു, ആൻറ്റി അറബിക്ക് മാറ്റം വല്ലതും ഉണ്ടോ? എൻ്റെ അച്ഛ ഉണ്ടോയെന്ന്. അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കഴിഞ്ഞ മാസമാണ് പിടികിട്ടത്. പറഞ്ഞതിന് 10-ാം ദിവസം അറബി 85,000 രൂപയും കൊടുത്തു, പാസ്പോർട്ടും കൊടുത്തു. ഇന്നലെ കെട്ടിയോ പറയടി, ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് കിട്ടിയതാണ്, കൊടുത്തേക്കണം 10-1 ഉണ്ടച്ച. വീർത്ത മടിയിൽ പ്ലാസ്റ്റിക് കടലാസ് ചുരുട്ടി വെച്ച ഉളുമ്പും ചെറുമ്പനുമുള്ള മത്തിയുടെ 85 നോട്ട് നീട്ടി നിവർത്തി തന്നു. കാശല്ലേ, മേടിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ തന്നേരെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നോട് തന്നെ പറഞ്ഞാൽ മതി. അത് മേടിച്ച് മേശയിൽ പോയി വെച്ചു. ഞാൻ മറന്നാലും ദൈവം മറക്കുകയല്ല. കർത്താവ് പറയുന്നു, നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക, ചോദിക്കുവൻ ലഭിക്കും, അന്വേഷിക്കുവൻ കണ്ടെത്തും, മുട്ടുവൻ തുറന്നു കിട്ടും. ഈ ഉറപ്പും ബോധ്യവും ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. നല്ലവനായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം തരികയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായി, എപ്പോഴെപ്പോൾ സ്തുതിയായി.